ഹരേ കൃഷ്ണ. പ്രണാമം എല്ലാവർക്കും. ഹരേ കൃഷ്ണ. നമുക്ക് ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭാഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി. യത്കൃപതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. വജ്ഞാനതിമിരാന്ധ്യസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സഭാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ. ശ്രീരൂപം സാഗരജാതം സഹ രഘുനാഥാനിധം തം സജീവം സാദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹനലളിത ശ്രീവിശാഖാനിം താംശാം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ. ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി. വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധിഭ്യേവ ച. പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വദേവേ ഗൗരവാണി പ്രചാരിണേ. നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ. ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രഭാതിക്ക് ജഗൃദേവിക്ക് ജനതകൂടി വൈഷ്ണവ ഭക്തർക്ക് ജയ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മൾ ഇന്നലെ രണ്ടാമത്തെ ചാപ്റ്റർ അല്ലേ വായിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ചെറിയൊരു ചേഞ്ചസ് വരുത്താം. നമ്മളെ ക്ലാസ് കുറച്ച് സ്ലോയിലാണല്ലോ പോണത്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ബുക്ക് മുഴുവനും റെഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഈ സ്ലൈഡ് വെച്ചിട്ട് തന്നെ ക്ലാസ് മൂവ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു ദിവസം കൂട്ടാം. അപ്പൊ നമ്മൾ 2 ദിവസമല്ലേ ക്ലാസ് ഉള്ളത്. ഒരു ദിവസം കൂട്ടണോണ്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ശനിയാഴ്ചക്ക് പ്ലാൻ ചെയ്യണം സെയിം ടൈം. അപ്പൊ ചൊവ്വ ബുധൻ ശനി. ഇപ്പൊ നമ്മൾ ചൊവ്വയും ബുധൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഒരു ദിവസം കൂട്ടാം. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് വളരെ ലേഗ് ആവുന്നുണ്ട്. കുറെ ലേഗ് ആവും. കാരണം ഇത് 19 ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഭക്തിരസാമൃത, പിന്നെ ഉപദേശാമൃതം ഉണ്ട്, ഈശാവാസുപനിഷത്ത് ഉണ്ട്. ഇപ്പൊ കംപ്ലീറ്റ് ആവില്ല, ഭയങ്കര ലേറ്റ് ആവും. ഇത് തന്നെ 19 ചാപ്റ്റർ ഉണ്ട്. നമ്മളിപ്പോ എത്ര നാളായിട്ട് ഒരു ചാപ്റ്റർ കവർ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മള് എടുക്കുന്നത് സ്ലൈഡ് വെച്ച് തന്നെ എടുക്കാം. അപ്പൊ കുറച്ചും കൂടെ ഒന്ന് സ്പീഡിൽ പോകും. അപ്പൊ നിങ്ങളെ ഡിസ്കഷൻ ക്ലാസ്സിൽ നിങ്ങൾ ബുക്ക് വായിച്ചാൽ മതി. ഇപ്പൊ ഒരു ദിവസം കൂടെ ആഡ് ചെയ്യാൻ നിൽക്കണം ശനിയാഴ്ച. കാരണം ബാക്കിയുള്ള സമയത്ത് ലിങ്ക് കിട്ടണില്ല, പല പ്രോബ്ലംസ് വരുന്നുണ്ട്. അതിന് വല്ല പ്രോബ്ലം ഉണ്ടായിരിക്കും ശനിയാഴ്ച? കുഴപ്പമില്ലല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ശനിയാഴ്ച കൂടെ ക്ലാസ് ഉണ്ടാവും 7 മണിക്ക് ഇതേ സമയത്താണ്. 3 ദിവസം കവർ ചെയ്യും. അപ്പൊ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വളരെ ലാഗ് ആവണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബുക്ക് വെച്ചെടുക്കണില്ല. ബുക്ക് വെച്ചെടുക്കുമ്പോൾ ഭയങ്കര സ്ലോ ആയി പോകും. നമുക്കറിയാലോ, ഇപ്പൊ ഒരാഴ്ച കുറെ നാളെ ഇപ്പൊ ഏകദേശം ഒരു മാസം ഒരു ചാപ്റ്റർ തന്നെ പോകാനില്ല നമ്മള്. അപ്പൊ ഞാനിതൊന്ന് സ്പീഡിൽ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ അനുഷ്ഠാനം വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ, ജസ്റ്റ് 2 പേജ് അങ്ങോട്ടേ ആയുള്ളൂ. നമ്മള് സ്പീഡിലൊന്ന് പോവാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. പിന്നെ ഇതേപോലെ തന്നെ അറ്റൻഡൻസ് നമ്മൾ 10-12 പേരില്ലേ നമ്മള് ടോട്ടല്? എല്ലാവരും വന്നിട്ടുണ്ടോ? ഓക്കെ, ശരി.
അപ്പൊ പറയുന്നത് ഭക്തിയുദ്ധ സേവനത്തിൽ ഇതില് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് എന്താണ്, പ്രാഥമിക ഭക്തിയുടെ പ്രാഥമിക തലങ്ങൾ. പ്രാഥമിക തലത്തിനെ ജനറൽ ആയിട്ട് മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതില് അനുഷ്ഠാനത്തിൽ, പരമാനന്ദത്തിൽ, ഭഗവാനുള്ള പരിശുദ്ധ പ്രേമത്തിൽ, അങ്ങനെ മൂന്നായിട്ട് ശ്രീ രൂപ ഗോസ്വാമി തിരിച്ചിരിക്കുകയാണ്. അനുഷ്ഠാനം, അതിന് സാധന ഭക്തി നമ്മൾ പറഞ്ഞു, പരമാനന്ദം അതായത് ഭാവഭക്തി, പിന്നെ എന്താണ് പരിശുദ്ധമായ പ്രേമം. അപ്പൊ നമ്മൾ അനുഷ്ഠാനത്തിലൂടെ പിന്നെ പരമാനന്ദത്തിലെ അല്ലെങ്കിൽ ഭാവഭക്തിയിലേക്കും, ഭാവഭക്തിയിൽ നിന്ന് പ്രേമഭക്തിയിലേക്കും നമ്മൾ കടക്കുന്നു പറഞ്ഞു. ഈ ജന്മത്തിൽ എവിടെ നിന്ന് ഭക്തിയുദ്ധ സേവനം അവസാനിച്ചോ അടുത്ത ജന്മത്തിൽ അവിടെ നിന്ന് ഭക്തി സേവനം ആരംഭിക്കാൻ പറ്റുന്നു. കാരണം ഭക്തിയുടെ മാത്രം പ്രത്യേകതയാണ്, ബാക്കിയല്ല ഈ ജീവിതത്തോടെ നമുക്ക് അവസാനിച്ചു പോകുന്ന അറിയാം. പക്ഷെ എന്നാൽ ഭക്തി എന്ന് പറയുമ്പോൾ അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ ഈ ജന്മത്തിൽ എവിടെ വെച്ചാണ് നിർത്തിയത് അത്തരം തൊട്ട് നമ്മൾ അടുത്ത ജന്മത്തിൽ അവിടെ നിന്ന് തൊട്ട് തുടങ്ങാൻ കഴിയും. അത് നമുക്കറിയാം, പ്രഭുപാദ സ്വാമി കർത്തർ ഭഗവതിയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഞാനും എൻ്റെ ഗുരുനാഥനും അങ്ങനത്തെ മുൻജന്മ സുഹൃതം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ജന്മങ്ങളിൽ അങ്ങനത്തെ ഗ്രഹങ്ങളിൽ ജനിക്കാൻ കഴിഞ്ഞെന്നടക്കം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത്രയും ക്ലിയർ ആണ്. ഭക്തി എന്ന് പറഞ്ഞത് ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ഒരു തുടർച്ചില്ലെങ്കിൽ പോലും ഒരു ഭക്തന്റെ നിർദ്ദേശം അനുസരിച്ച് ആരെങ്കിലും ഭക്തിയുദ്ധ സേവനം അനുഷ്ഠിക്കുമെങ്കിൽ അയാൾ തികച്ചും സ്വീകാര്യനാണ്. പിന്നെ നമുക്ക് അങ്ങനെ തുടർച്ചാവകാശം കിട്ടില്ല എന്ന് വെച്ചാൽ, പക്ഷെ എന്നാൽ എന്താണ്, ഒരു ഭക്തന്റെ ഒരു ആചാര്യന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ഭക്തിയുദ്ധ സേവനങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് അതിൽ ഉന്നതി ലഭിച്ചിരിക്കും. അപ്പൊ അതിലോ എനിക്കത് കിട്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിന് നമ്മൾ സാധു, ഗുരു, ശാസ്ത്ര എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ പോണത്. നമുക്ക് അങ്ങനത്തെ ഒരു എന്താണ് സാധുസംഗമോ അല്ലെങ്കിൽ ഗുരുവിനോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉന്നതിയിലേക്ക് കടക്കാൻ പറ്റും. അപ്പൊ ആദ്യം പറഞ്ഞത് അനുഷ്ഠാനമാണ് അല്ലെ. അനുഷ്ഠാനം സാധന ഭക്തി, അതാണ് ആചരിക്കേണ്ട കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആചരിക്കണം, എന്നാലേ നമുക്ക് ഉന്നതിയിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഭക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഭക്തി നമ്മളിലേക്ക് ഉയർത്തണം. കാരണം ഏതൊരു വ്യക്തിയുടെ ഉള്ളിൽ ഭക്തി അതുള്ളതാണ്. അത് നമുക്ക് നമ്മൾ പറയില്ല, അത് ഇൻബിൽറ്റ് ആണ് നമ്മുടെ ഉള്ളിലുള്ളത്. പക്ഷെ അത് പറഞ്ഞിട്ട് അവിടെ വെച്ചിരുന്നിട്ട് കാര്യമില്ല, അത് പതുക്കെ പതുക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിനാണ് അനുഷ്ഠാനം എന്ന് പറഞ്ഞത്. നമ്മുടെ സംവേദ ഇന്ദ്രിയങ്ങളെല്ലാം കൃഷ്ണ സേവനത്തിന് ഉപയോഗിക്കുക എന്നതാണ് അനുഷ്ഠാനം. അപ്പൊ നമ്മുടെ സംവേദന ഇന്ദ്രിയങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെ, നമുക്കൊണ്ട് ചെയ്യാം. നമ്മുടെ മനസ്സും ശരീരവും അതേപോലെ തന്നെ ബുദ്ധിയും എല്ലാതും നമ്മൾ എന്തുണ്ട് ഭഗവാന് സമർപ്പിക്കുന്നതാണ് ശരിക്കും അനുഷ്ഠാനം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ അനുഷ്ഠാനം എന്ന് പറയാം. അനുഷ്ഠാനം എന്ന് പറഞ്ഞത് സമർപ്പണമാണ്. നമ്മളെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നതിന് വേണ്ടി പരിശീലിക്കുകയാണ് ചെയ്യുന്നത് നമ്മള്. അതാണ് സാധന ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുദ്ധ സേവനം എന്നത് എല്ലാ ജീവാത്മാക്കളുടെ സ്വാഭാവികമായ ജന്മവാസനയാണ്. എല്ലാവർക്കും, എല്ലാ ജീവാത്മാക്കൾക്കും എന്താണ് പ്രത്യേകത ഉണ്ട്, ഭഗവാന് നമ്മൾ ഉള്ളിൽ ഒരു ഭക്തി ഉണ്ട് അല്ലെ. ആ ഭക്തി ഒരു ജന്മവാസനയാണ് എല്ലാവർക്കും. നമുക്കറിയാം ചില വ്യക്തികൾക്ക് നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ടാവും അല്ലെ. അതേപോലെ തന്നെ ഭക്തിയും എല്ലാവരിലും ഉള്ളിലുള്ളതാണ്. നമുക്കും പാടാനുള്ള കഴിവുണ്ട്, പക്ഷെ എന്താണ്, നമ്മളെ കഴിവ് കുറച്ച് കുറവുണ്ടെന്ന് മാത്രമുള്ളൂ. അതേപോലെ തന്നെ ഭക്തിയും എല്ലാവരും ഉള്ളിലുണ്ടാവും, പക്ഷെ പലർക്കും പല ലെവലാണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവർ കഴിഞ്ഞ ജന്മത്തിൽ അത്രയും ചെയ്തിട്ടുണ്ടാവും. അത് കാരണം കൊണ്ട് ഈ ജന്മത്തിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അവരിൽ കാണാൻ പറ്റും. അപ്പൊ ഇത് നമ്മളിൽ ഉള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് കുറച്ചും കൂടെ അനുഷ്ഠാനത്തിലൂടെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാം. അതാണ് ഒരു തലം, ഫസ്റ്റ് ലെവല് അതാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാ ജീവാത്മാക്കളും അവബോധത്തിലെ ഭൗതിക മാലിന്യങ്ങളെന്ന് ശുദ്ധമായി തീരുമ്പോൾ അതിനെ നാം കൃഷ്ണബോധം എന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്കറിയാം അവബോധം എന്ന് പറയുന്നത്, കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത് ഭൗതികയിലും പഠിച്ചിട്ടുണ്ട് അല്ലെ. 3 തരം, ഭ്രൂണം, അതേപോലെ തന്നെ കണ്ണാടി, നെക്സ്റ്റ് എന്താണ് തീ, പുക, അങ്ങനത്തെ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. പലവരിലും പല രീതിയിലായിരിക്കും. ജീവാത്മാക്കളാണെങ്കിൽ കൂടിയും ഇപ്പൊ ഒരു മരത്തിന്റെ ലെവലാണെന്ന് പറയുമ്പോൾ എന്താണ് ഭ്രൂണാവസ്ഥയിലാണ്. പിന്നെ അടുത്തത് ഏതാണ്, പക്ഷികൾ, മൃഗം, അവരൊക്കെ അവര് കണ്ണാടി അവസ്ഥയാണ്. മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ വരുമ്പോഴാണ് എന്താണ് തീയും പുകയും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ ഇതിൽ തന്നെ മനുഷ്യന്റെ അവസ്ഥയിൽ തന്നെ ഈ 3 നമുക്ക് വീണ്ടും കാണാൻ പറ്റും. പലരിലും പല രീതിയിലായിരിക്കും എന്താ പറയുക അവബോധം നിലനിൽക്കുന്നത്. ഈ അവബോധത്തെ നമ്മൾ ശുദ്ധീകരിക്കുക, അങ്ങനെ പരിശുദ്ധ അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ എന്താണ് ആ സാത്വിക അവസ്ഥയിൽ നിന്ന് വിശുദ്ധ സത്വഗുണത്തിലേക്ക്, അതിനെ കൃഷ്ണബോധം എന്ന് വിളിക്കുന്നത്, പരിശുദ്ധമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മുന്നേറണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ.
നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭക്തിയുത സേവന ശേഷി വികസിപ്പിക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ അതിന് ചില ക്രമങ്ങളും ചിട്ടകളും ഒക്കെ ആവശ്യമായി വരുന്നു. ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ശക്തി ഉണരാൻ സഹായമാകും. ഈ അനുഷ്ഠാനമാണ് സാധന ഭക്തി. അപ്പൊ സാധന ഭക്തി ഒന്നും കൂടെ നമുക്ക് പറഞ്ഞു തരാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഭക്തി നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ, അത് വികസിപ്പിക്കാൻ വേണ്ടി ചില ക്രമങ്ങളും ചില ചിട്ടകളും നമുക്ക് ആവശ്യമായിട്ട് വരും. അതെന്താണ്, അങ്ങനെ ആ ചിട്ടകളും ആയ ക്രമങ്ങളും നമ്മൾ പരിശീലിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തി ഉണരാൻ സഹായിക്കും. ഇതിനെയാണ് സാധന ഭക്തി അല്ലെങ്കിൽ അനുഷ്ഠാനം എന്ന് നമ്മൾ പറയുന്നത്. ആത്മാവ് അതിന്റെ മൂല സ്വരൂപത്തിൽ സച്ചിദാന്മയവും പരമാനന്ദ പൂർണ്ണവും നിത്യവും ജ്ഞാനസ്വരൂപമാണ്. അപ്പൊ നമുക്കറിയാം ആത്മാവിന്റെ രൂപം എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദാണ്. കാരണം എന്താണ്, ഭഗവാൻ സച്ചിദാനന്ദാണ്. അപ്പൊ ഭഗവാന്റെ അംശമായ നമ്മളും എന്താണ് സച്ചിദാനന്ദ രൂപത്തിലാണുള്ളത്. ഭൗതിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തുന്നത് കൊണ്ട് ആത്മാവ് അനിത്യവും അജ്ഞാനപൂർണ്ണവും ദുരന്തവും നിറഞ്ഞതായും തീരുന്നു. അപ്പൊ എന്താണ്, നമ്മൾ ഇവിടെ ഇറങ്ങി വരുന്നത് കൊണ്ട്, ഭൗതിക ലോകത്തിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് എന്താണ്, ഭൗതിക ലോകത്തിൽ വരുമ്പോൾ നമ്മുടെ ആത്മാവിന് ചുറ്റും എന്താണ് അജ്ഞാനപൂർണ്ണവും ദുരിതവും നിറഞ്ഞായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് വരുന്നു, ഒരു അവബോധം നമ്മളെ ചുറ്റും നിറയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ആത്മാവ് പരിശുദ്ധമാണ്, പക്ഷെ നമ്മളിലുള്ള അവബോധമാണ് നമ്മളെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. ഈ അവബോധത്തെയാണ് നമ്മൾ പരിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധന ഭക്തി അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം വികർമ്മം. അതെന്താണ്, വികർമ്മം മൂലമാണെന്ന്. വികർമ്മം എന്നാൽ അരുതാത്ത പ്രവൃത്തി. അതുകൊണ്ട് നാം സാധന ഭക്തി അനുഷ്ഠിക്കണം. കാരണം നമ്മൾ 3 തരം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കർമ്മം, വികർമ്മം, അതേപോലെ തന്നെ അകർമ്മം. അപ്പൊ എന്താണ് വികർമ്മം എന്ന് പറഞ്ഞത്, എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങള്. കർമ്മം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വൈദിക രീതിയിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളെയാണ് നമ്മൾ കർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കണം, ചെയ്യേണ്ട രീതിയിൽ. അതിന് നേരെ വിപരീതമായിട്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ അരുതാത്ത പ്രവർത്തികൾ, അതാണ് വികർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ ഈ വികർമ്മം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നത്. നമ്മൾ തെറ്റിലേക്ക് പോവാതിരിക്കുക, ശരിയിലേക്ക് മാത്രം നമ്മളെ മനസ്സ് കേന്ദ്രീകരിക്കുക. അതിനാണ് അനുഷ്ഠാനം അല്ലെങ്കിൽ സാധന ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ സാധന ഭക്തിയെ അഥവാ ഭക്തിയുത സേവനത്തെ, പരിശീലനത്തെ 2ആയി വിഭജിക്കാം. ഒന്ന് നൈഷ്ഠിക ഭക്തി, ഒന്ന് നൈസ്കർഗ്യ ഭക്തി. ഇപ്പൊ സാധന ഭക്തിയെ വീണ്ടും തരംതിരിക്കുകയാണ്. സാധന ഭക്തി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഗുരുനാഥൻ പറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതക്രമങ്ങൾ സെറ്റ് ചെയ്യാം. അതിനെ വീണ്ടും തരംതിരിക്കുകയാണ് നൈഷ്ഠിക ഭക്തി, അതുപോലെ നൈസ്കർഗ്യ ഭക്തി. അപ്പൊ സാധന ഭക്തിയുടെ വശത്തെ രാഗാനുഗം എന്നാണ് പറയുന്നത്. മറുവശത്തെ വൈദിക രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ കൃഷ്ണനോട് കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നു. അപ്പോൾ ഭഗവാനോട് സ്വാഭാവികമായി പ്രേമം ഉണ്ടാകും. അങ്ങനെ പ്രേമത്തോടുകൂടി സേവനം നടത്തുന്ന ഒരാൾ ഉത്സാഹനമാകും. ഈ സവിശേഷതയാണ് രാഗാനുഗ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, നമ്മളിങ്ങനെ സാധനകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഉത്സാഹം നമുക്ക് വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഭഗവാന്റെ കാര്യങ്ങളാണ് ചെയ്യുമ്പോൾ എന്താണ്, അതിനൊരു ഉത്സാഹം നമ്മൾക്കേൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അത് പ്രേമമായിട്ട് പതുക്കെ രൂപാന്തരം ചെയ്തുകൊണ്ടിരിക്കും. ഈ സവിശേഷതയാണ് രാഗാനുഗം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ ചെയ്യുന്നത് അനുഷ്ഠാനം തന്നെയാണ്. അനുഷ്ഠാനം സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കും. അതാണ് രാഗാനുഗം എന്ന് പറയുന്നത്. ശ്രീല രൂപ ഗോസ്വാമി വൈദിഭക്തി ഇങ്ങനെ നിർവചിക്കുന്നു: ഭഗവാനുമായി ആത്മബന്ധമോ നൈസ്കര്യ പ്രേമയുക്ത സേവനവും ഇല്ലാതിരിക്കുകയും അതേസമയം ആചാര്യന്റെ കൽപ്പന പ്രകാരമോ അഥവാ മതഗ്രന്ഥങ്ങളിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചോ മാത്രം ഭഗവത് സേവനം നടത്തുകയും ചെയ്യുമ്പോൾ അതിന് വിധി പ്രകാരമുള്ള വൈദിക സേവനത്തെയാണ് വൈദി ഭക്തി എന്ന് പറഞ്ഞു. അപ്പൊ വൈദി ഭക്തി ഒന്നും കൂടെ നമ്മൾ പറഞ്ഞു തരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ആദ്യ ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ ഭഗവാനായിട്ടുള്ള ഒരു ആത്മബന്ധമോ ഒരു നൈസർഗിക പ്രേമ സേവനമൊന്നും നമുക്കില്ലാതിരിക്കാം. ഇനീഷ്യൽ സ്റ്റേജിൽ ഉള്ളിലുണ്ട്, പക്ഷെ മുഴുവനായിട്ട് അത് വന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ സമയത്ത് നമ്മൾ അങ്ങനെ ആചാര്യന്മാര് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ഗുരു പറയുന്നതിനനുസരിച്ച് നമ്മൾ എന്താണ്, അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിൽ പറയുന്നതിനനുസരിച്ച് നമ്മൾ സേവനങ്ങൾ ചെയ്യുമ്പോൾ അത്തരമുള്ള സേവനത്തെയാണ് വൈദി ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ വൈദി ഭക്തിനെ ജനറൽ ആയിട്ട് ഇത്ര നമ്മൾ മനസ്സിലാക്കുന്നത് അനുഷ്ഠാനം നമ്മൾ സ്ഥിരമായിട്ട് നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ചെയ്യുക. അതിനെ വൈദി ഭക്തി എന്നും കൂടെ പേര് പറയുന്നു മാത്രമേ ഉള്ളൂ. ഈ വൈദ്യഭക്തിയുടെ തത്വങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്.
മരിക്കുന്നതിന് മുമ്പ് പരീക്ഷിത്ത് മഹാരാജാവ് താൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ തികച്ചും അജ്ഞനായിരുന്നു. വേറെയും ധാരാളം ഋഷിമാർ അവിടെ സന്നിഹിതരായിരുന്നു. പക്ഷെ ആരും അദ്ദേഹത്തെ ശരിയായ മാർഗത്തിൽ നയിക്കാൻ പ്രാപ്തരായിരുന്നില്ല. അപ്പൊ എന്താണ് ഒരു ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ അത് അറിവുള്ള വ്യക്തിയായിരിക്കണം. അതാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചരിക്കാൻ നമുക്കറിയാം, നമുക്ക് അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ഒരു ഉയർന്ന ഉത്തമ അധികാരി, മധ്യമ അധികാരി, കനിഷ്ക അധികാരി അല്ലെ. അപ്പൊ ഒരു ഉത്തമ അധികാരി എല്ലാ അറിവും ഭഗവാനിലുള്ള ആ സമർപ്പണ മനോഭാവവും ശാസ്ത്രങ്ങളിലുള്ള അറിവും ഇതൊക്കെ ആയിരിക്കണം. അല്ലാണ്ട് എല്ലാവരും എന്തൊരു ആചാര്യന്റെ ലെവലിലേക്ക് ഉയരാൻ കഴിയില്ല. അപ്പൊ അത് കാരണം കൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് ഭാഗവതം വൈദിക ഭക്തിയുടെ തത്വങ്ങൾ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു. മരിക്കാന് മുമ്പ് പരീക്ഷിത്ത് മഹാരാജ് താൻ എന്തൊക്കെ ചെയ്യണമെന്ന് കാര്യത്തിൽ അജ്ഞാനിയായിരുന്നു, ഭക്തനായിരുന്നു. പക്ഷെ എന്താണ് നമ്മൾ മരിക്കുന്ന മുന്നേ എന്തൊക്കെ ചെയ്യണം എന്ന് മുഴുവനായിട്ട് അറിയില്ലായിരുന്നു. അപ്പൊ അത് ആരാണ് പറഞ്ഞു കൊടുത്തത്? നമുക്കറിയാം, സുഖദേവ മഹർഷിയാണ് പറഞ്ഞു കൊടുക്കണം അല്ലെ. അപ്പൊ സുഖദേവ മഹർഷിക്കോ അങ്ങനത്തെ കാര്യങ്ങൾ അറിയാനുള്ള, അതിന് പറഞ്ഞ എല്ലാവരും ആവണമെന്നില്ല, എല്ലാവരും ഭക്തന്മാരാണ്. പക്ഷെ എന്താണ് ആ ലെവല് ആചാര്യൻ, ആ ഉത്തമ അധികാരി എന്നുള്ള അവയില് വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ. അതാണ് പിന്നെ ആ മാർഗത്തിൽ നയിക്കാൻ പ്രാപ്തരായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ആ ലെവലിൽ ഉയർന്നതായിരിക്കില്ല. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് അവർ ഭക്തരെന്നല്ല, എല്ലാവരും ഋഷിമാരാണ് അല്ലെ. എല്ലാ അറിവുള്ള വ്യക്തികളാണ്, ത്രിലോക ജ്ഞാനികളാണ്, എല്ലാ കാലങ്ങളും എല്ലാ ത്രികാല ജ്ഞാനികളാണ്, എല്ലാ കാലങ്ങളെ പറ്റി അറിവുള്ളവരാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവർ പരിപൂർണമായിട്ട് ഭക്തന്മാരായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഒരു ഭക്തന് മാത്രമേ, ഒരു ആചാര്യന് മാത്രമേ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് പരീക്ഷിത്ത് മഹാരാജിന്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സുഗത ഗോസ്വാമി ഒടുവിൽ പരീക്ഷത്തിനോട് ഇങ്ങനെ പറഞ്ഞു: രാജാവ് അടുത്ത ആഴ്ച മരണത്തെ നേരിടാൻ ഭയമില്ലാത്തനായി തീരണമെങ്കിൽ ഒട്ടും വൈകാതെ ശ്രവണ സ്മരണ കീർത്തനങ്ങളിലൂടെ ഈശ്വരനെ ഭജിച്ചുകൊള്ളുക. അപ്പൊ അതിന് പറഞ്ഞു, അതെന്താണ്? ഒരു ആചാര്യൻ ഒരു ഭക്തന് കൊടുക്കണ ഇതാണ്. കാരണം നമുക്ക് മരണം, നമ്മൾ അത് ഇന്നലെ പറഞ്ഞല്ലേ, ആ സ്മരണത്തിലേക്ക് വേണ്ടി നമ്മൾ എന്താണ് ഭഗവാനെ സ്മരിക്കുക. ആ ശ്രവണ കീർത്തന സ്മരണ, ആ 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അത് നമ്മൾ ചെയ്യണം എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പരീക്ഷിത്ത് മഹാരാജാവിനോട് ആര് പറഞ്ഞു കൊടുക്കണം? സുഖദേവ ഗോസ്വാമി പറഞ്ഞു കൊടുക്കാണ്. അതാണ് അപ്പൊ എന്താണ്? അതെന്താണ്? ശരി, അനുഷ്ഠാനമാണ്, സാധന ഭക്തിയാണ്, അല്ലെങ്കിൽ വൈദിക ഭക്തിയാണ് ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അതായത് വൈദിക ഭക്തി അല്ലാതെ, അല്ലെങ്കിൽ ഒരു സാധന ഇല്ലാതെ നമുക്കൊരിക്കലും മുന്നിലേക്ക് കടക്കാൻ കഴിയില്ല. പിന്നെ വളരെ അപൂർവം ചില സംഭവങ്ങൾ ഉണ്ടാവുന്നല്ലാതെ ജനറൽ ആയിട്ട് പറയുമ്പോൾ സാധന ഭക്തി കൂടാതെ നമുക്ക് മുന്നിലേക്ക് കടക്കാൻ കഴിയില്ല. ഹരേകൃഷ്ണ മന്ത്രങ്ങൾ ഉരുവിട്ടും കേട്ടും കൃഷ്ണനെ സദാ ധ്യാനിക്കുന്നവൻ മരണഭയം ഉണ്ടാവില്ല. മരണമാകട്ടെ ഏത് സമയത്തും വന്നു ചേരാവുന്നതാണ്. അപ്പൊ നമ്മൾ അതിന് മന്ത്രങ്ങൾ, ഹരേകൃഷ്ണ മന്ത്രം നമ്മൾ ചൊല്ലണം, ചെയ്യണം എന്ന് പറഞ്ഞത് മരണം ഏത് സമയമാണെന്ന് നമുക്കറിയില്ല അല്ലെ. നമ്മൾ പറയണം അവസാന കാലത്ത് ചൊല്ലിയാൽ മതി എന്നാൽ നമ്മളെ അവസാന കാലം നമുക്കറിയില്ല. നമ്മൾ ഇന്നാണ് നാളെയാണ് ഏതാണ് അവസാന കാലം നമുക്കറിയില്ല. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഏത് സമയവും ഭഗവാന്റെ ഹരേകൃഷ്ണ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലണം. കാരണം അതിനുള്ള സമയം നമുക്കില്ല. ഏത് സമയവും മരണം നമ്മളെ തേടി വരാം. അപ്പൊ അതാണ് ശരിക്കും പരീക്ഷത്തിന്റെ മഹാരാജാവിന്റെ കഥ അനുസരിച്ച് പരീക്ഷിത്ത് മഹാരാജന് അറിയാം. അപ്പൊ അതനുസരിച്ചാണ് ശരിക്കും ആര് പറഞ്ഞു കൊടുക്കുന്നത്? സുഖദേവ ഗോസ്വാമി പറയിച്ചു കൊടുക്കുന്നത് അവസാന സമയങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ മഹാമന്ത്രങ്ങൾ ഭഗവാനെ സ്മരിച്ചിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളും അത് തന്നെയാണ്. മരണം ഏത് സമയത്ത് നമ്മൾ വരാം. ആ സമയത്ത് ഭഗവാനെ നമ്മൾക്ക് ഓർമ്മിക്കണമെങ്കിൽ നമ്മൾ എന്താണ് സ്മരണ ഉണ്ടെങ്കിൽ ഭഗവാനെ എപ്പോഴും നമ്മൾ കീർത്തിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ എന്താണ്? അതൊരു റൂളാണത്. അതാണ് നമ്മൾ സാധന ഭക്തി എന്ന് പറയുന്നത്. പരമപുരുഷനായുള്ള ഭഗവാൻ കൃഷ്ണനാണെന്ന് ഈ പ്രസ്താവനയിലൂടെ സുഖദേവ ഗോസ്വാമി വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണനെ കുറിച്ചുള്ള ശ്രവണത്താൽ നാം സദാ താല്പര്യനായിരിക്കണം. അപ്പൊ അൾട്ടിമേറ്റ് എല്ലാ കാരണങ്ങൾക്കൂടെ കാരണം അല്ലെ. പിന്നെ പറഞ്ഞ പിന്നെന്താ പറയാ ഭഗവാനെ പറ്റി? അനന്തകോടി ബ്രഹ്മാണ്ട നായകൻ, എല്ലാത്തിന്റെ പരമ്പൊരുൾ ഭഗവാൻ എന്നുള്ള ഒരു വിശ്വാസം പരിപൂർണമായിട്ട് നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ കൃഷ്ണനെ കുറിച്ചുള്ള ശ്രവണത്തിൽ നാം സദാ താല്പര്യനായിരിക്കണം. അത് നമ്മൾ ആദ്യം നമുക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല. കാരണം നമ്മുടെ ലെവൽ അനുസരിച്ച് പലതും ആയിരിക്കാം. പക്ഷെ എന്താണ്? താല്പര്യം വരണമെങ്കിൽ നമ്മൾ എന്താണ് ഇത് നമ്മൾ ചെയ്തിരിക്കണം. അതിന് നമ്മൾ ജനറൽ ആയിട്ട് പറയാം. ആദ്യം തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എന്താ പറയാ? ഭഗവാന്റെ നാമം ജപിക്കാൻ മാത്രം നമ്മൾ പറയുള്ളൂ. ബാക്കി യാതൊരു കാര്യങ്ങളും നമ്മൾ പറയില്ല. കാരണം എന്താണ്? കാരണം ഇനീഷ്യൽ അതാണ്.
അതാണ് നമ്മൾ സാധന ഭക്തി എന്ന് പറഞ്ഞു. അവിടുന്ന് തുടക്കം, പിന്നെ പതുക്കെ പതുക്കെ ഉയർന്നു വരുമ്പോ പല കാര്യങ്ങളും നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മളോട് പറയും, നമ്മൾ അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതൊക്കെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരംപുരുഷനായ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് സർവദാ സ്മരിക്കുകയും ശ്രവിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക. അങ്ങനെ മരണഭയത്തിൽ നിന്നും രക്ഷ നേടാം. അപ്പൊ അതാണ് നമുക്ക് മരണഭയം. നമുക്ക് ഏതൊരു ജീവിക്കും, നമുക്ക് ശ്രദ്ധിച്ചാലറിയാം, ഏതൊരു ജീവിക്കും മരിക്കാൻ ഭയമാണ്, അല്ലെ? ഇപ്പൊ പന്നി, നമ്മളെ സംബന്ധിച്ച് പന്നിനെ കാണാൻ ഭംഗിയില്ല, ഭയങ്കര വൃത്തിയായിട്ട ഒരു ജീവിയാണ്. പക്ഷെ പന്നിക്ക് ജീവിക്കാൻ ഇഷ്ടമില്ലേ? അപ്പൊ എല്ലാ ജീവിക്കും മരണഭയം ഉണ്ട്. അപ്പൊ മരണഭയത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ സദാ ഭഗവാനെ സ്മരിക്കണം. ആ മരണഭയം കാരണം എന്താണ്? നമ്മൾ അടുത്ത ജന്മം നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ അതാണ് ഭയം ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്താണ്? നമുക്ക് ഭഗവാന്റെ പാദ പങ്കജങ്ങൾ, അതാണ് നമ്മളെ ഉള്ളിലേക്ക് വരുമെങ്കിലോ നമ്മൾ ആനന്ദിക്കും, അല്ലെ? അതാണ് പ്രത്യേകത. അതാണ് ഭഗവാൻ ഏത് സമയത്തും നമ്മൾ സ്മരിക്കണം എന്ന് പറഞ്ഞത് എന്ന് സുഗത ഗോസ്വാമി പരിശുദ്ധ മഹാരാജാവിന് ഉപദേശിക്കുന്നു. സർവാത്മാവാണ് ഭഗവാൻ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എല്ലാത്തിന്റെ ആത്മാവ് ഭഗവാനാണെന്നാണ് പറയുന്നത്. ഭഗവത് ഭക്തന് പരാജയമില്ലെന്ന് ഭഗവത് എപ്പോഴും പറയുന്നു. ഭക്തിശൂന്യന്മാർക്ക് എപ്പോഴും പരാജയമായിരിക്കും അനുഭവം. മനുഷ്യരൂപം ലഭിച്ചിട്ടും ജനന മരണങ്ങളുടെ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സുവർണ അവസരം നഷ്ടപ്പെടുന്നു എന്നതാണ് പരാജയം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം ഇത്തരം നമുക്കറിയാം 84 ലക്ഷം ജീവവർഗങ്ങൾക്ക് ശേഷമാണ് നമുക്കൊരു മനുഷ്യ ജീവിതം കിട്ടുന്നത്. അതെന്താണ്? അത് സാധാരണ ഒരു ജീവിയെ പോലെ, ഒരു മൃഗത്തിനെ പോലെ നമ്മൾ തള്ളി നീക്കാനുള്ളതല്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് മതിയായിരുന്നു, അല്ലെ? അപ്പൊ നമുക്ക് കിട്ടിയ നല്ലൊരു സൗകര്യം, ഒരു പുണ്യജന്മം, അത് നമ്മൾ കളയരുത് എന്ന് പറയാം. അതിന് സുവർണാവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ജീവിതം പരാജയമായിരിക്കും. അപ്പൊ പക്ഷെ എന്താണ്? ഒരു ഭക്തനെ സംബന്ധിച്ച് എന്താണ്? എപ്പോഴും വിജയം തന്നെയായിരിക്കും. പക്ഷെ എന്താണ്? അല്ലാത്തവർക്കോ, ആ ഭക്തിശൂന്യന്മാർക്ക് എപ്പോഴും പരാജയമായിരിക്കും. കാരണം എന്താണ്? അവര് ഈ ചക്രങ്ങളിൽ ചിലപ്പോ എന്താണ് താഴത്തെ ലെവലിലേക്ക് പോകാം, ചിലപ്പോൾ അല്പം ഉയർന്ന് വീണ്ടും താഴാം. ഈ ചക്രത്തിൽ തന്നെ അവർ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഭക്തനെ സംബന്ധിച്ച് ഉയർന്നുയർന്ന് ഉന്നത ലോകങ്ങളിലേക്കും അവിടുന്ന് ഭഗവാന്റെ ആത്മീയ ലോകത്തിലേക്കും കടക്കാൻ കഴിയും. പ്രകൃതിയുടെ നിയമങ്ങൾ അവൻ എവിടെയെല്ലാം വലിച്ചിഴക്കിയെന്ന് അങ്ങനെയുള്ളവർക്ക് അറിയില്ല, ഭക്തിഹീനന്മാർക്ക്. അത് ഭഗവതിയിലെ ക്ലിയർ കട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലെ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ ഇപ്പൊ നമുക്ക് ശക്തിയുണ്ട്, നമുക്ക് ചെയ്യാം. പക്ഷെ അതിന്റെ ഫലങ്ങൾ തരുന്നത് നമ്മളല്ല. അപ്പൊ അതാണ് പ്രത്യേകത. അടുത്ത ജന്മം തീരുമാനിക്കേണ്ടത് നമ്മളല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് ആ ജന്മം കിട്ടണമാണ്. ഈ ജന്മത്തിൽ നമുക്ക് പലതും ചെയ്യാം. അതാണ് പ്രകൃതി നിയമങ്ങൾ അവൻ എവിടെയെല്ലാം വലിച്ചിഴക്കുമെന്ന് അങ്ങനെയുള്ളവർ അറിയുന്നില്ല. മനുഷ്യരൂപം ലഭിച്ചിട്ടും കൃഷ്ണബോധം വളർത്തുന്നില്ലെങ്കിൽ സങ്കല്പിക്കുക, 84 ലക്ഷം വിഭിന്ന ജീവവർഗങ്ങളിലായി ജീവിതം ജനന മരണങ്ങളായിരിക്കും അവൻ വലിച്ചെറിയപ്പെടുക. അപ്പൊ നമുക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും നമ്മൾ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ 84 ലക്ഷം ജീവവർഗങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതൊക്കെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ആത്മീയബോധം തന്നെ അയാൾക്ക് നഷ്ടപ്പെടുന്നു. മരമായിട്ടോ ജന്തുവായിട്ടോ പക്ഷിയായിട്ടോ എന്തായിട്ടാണ് വീണ്ടും ജനിക്കുന്ന ആർക്കറിയാം. അപ്പം ആത്മീയ ബോധം തന്നെ, കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു മരത്തിന് ആത്മീയ ബോധം ഇല്ല, അല്ലെ? അപ്പൊ അതിന് മൃഗത്തിന് ആത്മീയ ബോധമില്ല. മനുഷ്യന് മാത്രമുള്ളൂ ഭഗവാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ, അല്ലെ? നമുക്കറിയാവുന്നുള്ള ആത്മീയ ബോധമുള്ളത്. അതാണ് നമ്മുടെ ഭ്രൂണാവസ്ഥ. അത് ഫസ്റ്റ് നമ്മൾ പറയണം. മരങ്ങൾ എന്ന് പറഞ്ഞ ഭ്രൂണാവസ്ഥ നമുക്കറിയാം. നമ്മുടെ ഇതിൽ ഇന്നലെ കാർത്തിക മാസത്തില് മരങ്ങളായിട്ട് നാരദൻ മരങ്ങളായിട്ട് ശാപകഥക്കെ അറിയാം, അല്ലെ? അത്ര അവബോധം ഇല്ലാത്തൊരവസ്ഥ, ആ അവസ്ഥയിലേക്ക് നമ്മൾ താന്നു പോകും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും നല്ലൊരു ജന്മം കിട്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ പോകുന്നു നമുക്ക് ആർക്കറിയാന്ന പറഞ്ഞ അത് അടക്കറിയാൻ പറ്റില്ല എന്നാ പറയുന്നത്. അപ്പൊ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഈ ജന്മം. നമ്മുടെ കൃഷ്ണബോധം ആദ്യ രൂപത്തിൽ തന്നെ വീണ്ടെടുക്കാൻ ശ്രീലരൂപ ഗോസ്വാമി പറയുന്ന ഉപാധി ഇതാണ്: ഏതു വിധത്തിലും എങ്കിലും നാം ഗൗരവത്തോടെ കൃഷ്ണനെ മനസ്സിൽ വെക്കണം. മരണവിധി ഒഴിഞ്ഞവനായി തീരണം. മരണം കഴിഞ്ഞാൽ നാം എവിടേക്ക് എത്തുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് രൂപ ഗോസ്വാമി നമുക്ക് പറഞ്ഞു തരാണ്. ഇങ്ങനെയൊക്കെയാണ് നടക്കും. കാരണം അവര് സത്യത്തെ അറിഞ്ഞവർ ആചാര്യന്മാരാണ്, അല്ലെ? അവര് സത്യം കണ്ട വ്യക്തികളാണ്. അപ്പൊ നമുക്ക് അവര് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെയാണ് മുന്നിലേക്ക് നടക്കാൻ പോണത്. നമ്മൾ ചെറിയ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കും സാധാരണ രീതിയിൽ, അല്ലെ? നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നല്ല ജോലി കിട്ടൂല, അങ്ങനെ ആ പ്രശ്നങ്ങളാന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ ആചാര്യന്മാര്, പ്രത്യേകിച്ച് രൂപഗോസ്വാമി നമുക്ക് പറഞ്ഞു തരാണ്. കാരണം ഭഗവാന്റെ കൃഷ്ണരൂപത്തിൽ
നമ്മൾ എന്താണ് ശ്രീരൂപ ഉപാധി ഏത് വിധെങ്കിലും അങ്ങനെ ഒരു മാർഗമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഭഗവാനെ ധ്യാനിക്കണം. ഭഗവാനെ ധ്യാനിച്ചാലേ നമുക്ക് ഈ മരണഭീതി ഒഴിവാക്കാൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ എത്തുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താണ് ഭഗവാന്റെ കാര്യങ്ങൾ, അതിന് അനുഷ്ഠാനം നമ്മൾ ചെയ്യണം 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 എന്ന് പറഞ്ഞതിന്റെ കാരണം ആ അനുഷ്ഠാനത്തിൽ കൂടി മാത്രമേ നമുക്ക് എന്താണ് ഭാവഭക്തി അല്ലെങ്കിൽ പ്രേമഭക്തിയിലേക്കൊക്കെ നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നൈസ്കർഗ്യ ഭക്തി, നൈസർഗ്യം എന്ന് പറയുമ്പോൾ നമ്മളിൽ പതുക്കെ പതുക്കെ നമ്മൾ ഡെവലപ്പ് ആയിട്ട് വരും നമ്മുടെ. കാരണം നാം പൂർണ്ണമായും പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ്. കാരണം നമ്മൾ ഭൗതിക ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണം ആരാണ് ഏറ്റെടുത്തിട്ടുള്ളത്? ഭൗതിക പ്രകൃതിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് പ്രകൃതിയുടെ നിയന്താവ്. അതിനാൽ കൃഷ്ണബോധം ഗൗരവമായി കൈക്കൊണ്ടാൽ മാത്രമാണ് ജനന മരണങ്ങളുടെ ശൃംഖല അവസാനിക്കാതെ ശൃംഖലയിലേക്ക് നാം വലിച്ചെറിയപ്പെടില്ല. അപ്പൊ പറയണെന്ന് വെച്ചാൽ നമ്മൾ ഭൗതിക ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ നിയമമായിരിക്കും നമുക്ക് അപ്ലിക്കബിൾ ആവാം അല്ലെ. അവിടെ ചെന്ന് ഇന്ത്യയിലത്തെ നിയമം ഇപ്പൊ പാകിസ്ഥാനിൽ നടപ്പിലാക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് പാകിസ്ഥാനിന്റെ നിയമമായിരിക്കണം എന്നത് പറഞ്ഞ ഭൗതിക ലോകത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാതും ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റിനോ ശരിയിനോ അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ആ ഭൗതിക പ്രകൃതിയുടെ നിയന്താവ് ആരാണ്? ഭഗവാനാണ്. അതാണ് നമ്മൾ ഭഗവാനെ തേടിപ്പോകുന്നത്. കാരണം ഭഗവാനെ മാത്രമേ ഭൗതിക പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അതാണ് പ്രത്യേകത. അപ്പൊ അത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മള് ഭഗവാന് സമർപ്പണം ചെയ്താൽ മാത്രമേ ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു തരാണ്. പത്മപുരാണത്തിൽ ഇതേ കാര്യം ഉപദേശിക്കുന്നുണ്ട്. വിഷ്ണുവിനെ സ്മരിക്കണം എന്നതാണ് അവിടെ പറയുന്നത്. ഇതാണ് ദാനം എന്ന് പറയുന്നത്. സദാ കൃഷ്ണനെ കുറിച്ച് സ്മരിക്കുക, വിഷ്ണുവിനെ ഏകാഗ്രമായി മനസ്സുറപ്പിക്കലേ ആണ് മനസ്സുറപ്പിച്ച് ധ്യാനിക്കാനാണ് ഉപദേശം. അപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പത്മപുരാണം നമ്മളെ പുരാണങ്ങളിലും ഇത്. കാരണം എന്ന് വെച്ചാൽ ആചാര്യന്മാര് പറയുമ്പോൾ അവര് വെറുതെ പറയില്ല അല്ലെ, എപ്പോഴും കോട്ടിങ്സ് ആണ്. അവരിഷ്ടത്തിനല്ല പറയാ. പുരാണങ്ങളില് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പൊ ഉപദേശാമൃതം നമ്മൾ ഒരേ ക്ലാസ്സുകൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. പല പുരാണങ്ങളിൽ നിന്നും നമുക്ക് അത്രയധികം നമുക്കറിയാം 18 പുരാണങ്ങൾ. അപ്പൊ 18 പുരാണങ്ങളിലെ ഇമ്പോർട്ടൻസ്, അത് ഭക്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭഗവാനായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ശ്ലോകങ്ങളെ അർത്ഥങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് മുഴുവൻ ഈ 18 പുരാണങ്ങളൊന്നും നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അത് വായിച്ച് തീരെയില്ല, നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ആചാര്യന്മാര് അത് പ്രത്യേകിച്ച് രൂപഗോസ്വാമി എന്താ ചെയ്തിട്ടുള്ളത്, അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മളോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള കോട്ടിങ്സ് ഓരോന്നെടുത്ത് പറഞ്ഞു തരണം. ഈ പത്മപുരാണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭൗഷപുരാണത്തിൽ ഇങ്ങനത്തെ പറഞ്ഞു, നാരായണീയ പുരാണത്തിൽ ഇങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ പുരാണ ഗ്രന്ഥങ്ങളിലും എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളിലും ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അത് കാരണം കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യൂ 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 എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ പത്മപുരാണത്തിലും ഇത് പറയുന്നത് ഭഗവാനെ സദാ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കണം എന്നാ പറയുന്നത്. ധ്യാനത്തിലൂടെ മനസ്സിനെ സദാസമയം വിഷ്ണു രൂപത്തിൽ നിരബ്ധമാക്കോ, ഒരു നിമിഷം പോലും ഭഗവാനെ മറക്കാതിരിക്കുക. ഇതാണ് പത്മപുരാണം നിർദ്ദേശിക്കുന്നത്. ഈ മാനസിക ഭാവത്തെയാണ് സമാധി എന്ന് പേര് പറയുന്നത്. കാരണം ഭഗവാനെ മാത്രം സ്മരിക്കുന്ന ഒരവസ്ഥ, ഭഗവാനെ മറക്കാതിരിക്കാവുന്ന ഒരവസ്ഥ, ഇതാണ് പത്മപുരാണം നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് അതിന്റെ കൺക്ലൂഷൻ പത്മപുരാണം എടുത്തു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് നമുക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലെന്താണ്, ഭഗവാനെ ഏത് സമയത്തും നമ്മൾ സ്മരിക്കുക, ഭഗവാനെ മറക്കാതിരിക്കുക. അങ്ങനെ ആ അവസ്ഥയാണ് ശരിക്കും സമാധി എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സമാധി എന്ന്, അതായത് ഭഗവാനെ മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ചതുർബാഹുവായ വിഷ്ണുവിന്റെ രൂപത്തിലോ ദ്വിബാഹുവായ കൃഷ്ണ രൂപത്തിലോ ഏതിൽ മനസ്സ് കേന്ദ്രീകരിച്ചാലും സമം തന്നെ. അപ്പൊ നമ്മൾ ഒരേ ചോയ്സ് ആണ് പറയുന്നത്. അതായത് ചതുർഭുജ രൂപത്തിലുള്ള നാരായണ വിഗ്രഹം അല്ലെ, നമുക്കറിയാം. കൃഷ്ണ രൂപത്തിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഏത് വിധേനയാണെങ്കിലും ഭഗവാന്റെ വിസ്തരണങ്ങളെയോ അല്ലെങ്കിൽ സ്വയം ഭഗവാനെ തന്നെയോ നമുക്ക് ധ്യാനിക്കാം. ഇപ്പൊ ശ്രീരാമസ്വാമിനെ ധ്യാനിക്കണം, കുഴപ്പമില്ല. കാരണം ഇതൊക്കെ ഇത് ഇനീഷ്യൽ സ്റ്റേജിലാണ്. നമ്മള് ഫസ്റ്റ് സ്റ്റേജില് നമുക്ക് ഇതൊക്കെ ചെയ്യാം. പിന്നീട് നമ്മള് ഭഗവാന്റെ നമ്മൾ പറയുമ്പോഴും പറയുന്നുണ്ടല്ലേ, ആദ്യം നമുക്ക് കിട്ടുന്നത് എന്താണ്,
ബ്രഹ്മമായിട്ടുള്ള ഐക്യമാണ് നമുക്ക് ലഭിക്കുക. അത് കഴിഞ്ഞിട്ടാണ് പരമാത്മാവ്, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഭഗവാൻ സാക്ഷാത്കാരം തരണം. അപ്പൊ നമുക്ക് ഏത് വിദ്യേനയാണെങ്കിലും അൾട്ടിമേറ്റ് ഇത്രേ പറയുന്നുള്ളൂ, ഭഗവാന്റെ ചതുർഭുജ രൂപമായാലും കുഴപ്പമില്ല, ദ്വിബാഹ രൂപമായാലും കുഴപ്പമില്ല, ഏതിലെങ്കിലും ഒന്നില്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങളെയും ഭഗവാന്റെ വിസ്തരണങ്ങളെയും നമ്മളെ മനസ്സിൽ കൊണ്ട് നടന്നേ പറ്റൂ. പത്മപുരാണം പറയുന്നു, ഏതെങ്കിലും വിധത്തിൽ സദാ വിഷ്ണുവിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ എങ്ങനെയെങ്കിലും എപ്പോഴും ചിന്തകൾ നമ്മൾ ഭഗവാനെ പറ്റി ആയിരിക്കണം. ഒരിക്കലും ഒരു പരിസ്ഥിതിയിലും അദ്ദേഹത്തെ മറക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ എല്ലാ വൈദിക തത്വങ്ങളും അടിസ്ഥാന പ്രമാണം ഇത് മാത്രമാണ്. അതാണ് നമ്മൾ, കാരണം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മളിത് കൂടുതൽ ഇത് ചെയ്യേണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് നമ്മൾ ഭഗവാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഭഗവാനാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഭഗവാനോടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സിമ്പിൾ ലോജിക്കാണ്. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, ആ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ പുറത്ത് വിട്ടു അല്ലെ. പുറത്ത് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാണ് കമ്പനിയിൽ വിളിച്ചു പറയും. ഇത് നമ്മൾ വിളിച്ചു പറയുന്നില്ല, അതാണ് നമ്മുടെ പ്രശ്നം. അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പരിസ്ഥിതിയിൽ അദ്ദേഹത്തെ മറക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ എല്ലാ വൈദിക തത്വങ്ങളുടെ അടിസ്ഥാന പ്രമാണം ഇത് മാത്രമാണ്. കാരണം ഭഗവാനുണ്ട്, ഭഗവാനോട് കാര്യങ്ങൾ പറയാ, ഭഗവാനെ നമ്മൾ മറക്കാതിരിക്കുക. കാരണം മേലാധികാരിയിൽ നിന്ന് ഒരു കൽപ്പന ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒപ്പം തന്നെ ഒരു നിരോധനവും ഉണ്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഒരു സ്ഥലത്ത് നമ്മളിപ്പോ നമ്മുടെ മേലാധികാരികൾ നമ്മളൊരു കാര്യം പറയും, ഇന്ന സ്ഥലത്ത് പോവാ, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നടക്കം നമ്മളോട് പറയും. കാരണം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്കാണ് അതിന്റെ കുഴപ്പം. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മറക്കുന്നതോടുകൂടിയാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. കൃഷ്ണനെ സ്മരിക്കുക എന്നതാണ് കൽപ്പന, എങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ മറക്കരുത് എന്നായിരിക്കണം നിരോധനം. അപ്പൊ എന്താണ്, രണ്ട് കാര്യം എപ്പോഴും ഭഗവാനെ ഓർമ്മിക്കുക അല്ലെ, സ്മരിക്കുക, ഭഗവാനെ മറക്കരുത്, അതാണ് നിരോധനം. ഇപ്പൊ രണ്ടും പറയണം, ഒന്ന് ഭഗവാനെ ഓർമ്മിക്കുക, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ പറയുമ്പോൾ രണ്ട് വിധത്തിൽ പറയണം. എപ്പോഴും ഭഗവാനെ സ്മരിക്കുക, അതേപോലെ തന്നെ ഭഗവാനെ മറക്കാതിരിക്കുക. ഈ രണ്ട് കാര്യമാണ് ചെയ്യുന്നത്. ഈ കൽപ്പനകളുടെയും നിരോധനത്തിനും പരിധിക്കുള്ളിൽ വൈദിക തത്വങ്ങൾ പൂർണ്ണമാകുന്നു. അപ്പൊ അൾട്ടിമേറ്റ് എല്ലാ തത്വങ്ങളും നമ്മൾ സംഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഭഗവാനെ ഏത് സമയത്തും സ്മരിക്കുക, ഭഗവാനെ മറക്കാതിരിക്കുക. അതിന് ഏത് നിയമങ്ങൾ അതിലെടുത്താലും കുഴപ്പമില്ല. പല നിയമങ്ങൾ പല രീതിയിൽ പറയുന്നു എന്ന് മാത്രം. എല്ലാ വർണ്ണങ്ങളും ആശ്രമങ്ങൾക്കും ഈ വൈദിക തത്വം ബാധകമാണ്. അപ്പൊ നമുക്കറിയാം എല്ലാ വർണ്ണങ്ങളും, നമുക്കറിയാം ചതുർവർണ്ണം, ചതുരാശ്രമങ്ങളൊക്കെ അറിയാം അല്ലെ. അപ്പൊ അതിലും ഈ വൈദിക തത്വം ബാധകമാണ്. ജാതിക്കും തൊഴിലും ഈ തത്വങ്ങൾക്കുള്ളിൽ ഒതുങ്ങിയേ പറ്റൂ. അപ്പൊ ഇന്ന ജാതിക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല, എന്ന് പറയാ ഈ വർണ്ണങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതിന്റെ എല്ലാതിന്റെ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിലായിരിക്കണം. അതായത് ഭക്തി ഇല്ലാതെ ഒന്നുമില്ല, അതിന്റെ ഉള്ളിലായിരിക്കണം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും. ബ്രാഹ്മണൻ ബുദ്ധിമത് വിഭാഗം, ക്ഷത്രിയൻ യോദ്ധാക്കളും രാജ്യം ഭരിക്കുന്നവരും, വൈശ്യ കൃഷിയും വ്യവസായവും നടത്തുന്നവർ, ശൂദ്ര സേവകന്മാരും കൂലിക്കാരും എന്നിവയാണ് 4 വർണ്ണങ്ങൾ. അതേപോലെ തന്നെ ആശ്രമം നമുക്കറിയാതെ എന്ത് പറയാ, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രർ, അങ്ങനെ 4 വർണ്ണങ്ങള്. 4 വർണ്ണങ്ങൾ. പിന്നെ ആശ്രമങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെയാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും. അപ്പൊ അതിന്റെ ഉള്ളില് നിൽക്കേണ്ടത് എന്താണ്, ഭക്തി തന്നെ, അല്ലെങ്കിൽ ഭക്തിയുടെ ഉള്ളിലായിരിക്കണം ഇതെല്ലാതും നിൽക്കേണ്ടത്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അൾട്ടിമേറ്റ് ഈ ബ്രാഹ്മണ്യത്തിലായാലും അതേപോലെ തന്നെ സന്യാസത്തിലാണെങ്കിലും വാനപ്രസ്ഥത്തിലാണെങ്കിലും ഗൃഹസ്ഥത്തിലാണെങ്കിലും ലക്ഷ്യം എന്ന് പറഞ്ഞത് ഭക്തിയാണ്, ആത്മീയതയാണ്, ഭഗവാനാണ്, ഭഗവാനിന് സമർപ്പണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ ആശ്രമമാണെങ്കിലും ചതുർവർണ്ണമാണെങ്കിലും. പിന്നെ തുടക്കക്കാരിൽ ബ്രഹ്മചാരിയാണോ വളരെയധികം പുരോഗമിച്ചൻ സന്യാസിയാണെന്ന് പ്രശ്നമല്ല. നിരന്തരം ഭഗവാനെ സ്മരിക്കുക, ഒരിക്കലും അദ്ദേഹത്തെ മറക്കാതിരിക്കുക എന്ന തത്വം എല്ലാവരും അനുസരിക്കുക തന്നെ വേണം. അപ്പൊ അതിൽ ഞാൻ വലുത് നീ വലുത് എന്നുള്ളൊരു സബ്ജക്റ്റ് ഇല്ല. എല്ലാവർക്കും വേണ്ടിയും അവരുടേതായ രീതിയിൽ. ഇപ്പൊ ഒരു ഗൃഹസ്ഥന്റെ ലെവലായിരിക്കില്ല ഒരു സന്യാസിയുടെ ലെവല് അല്ലെ. ഇപ്പൊ ഒരു ഗൃഹസ്ഥർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ രീതിയിലായിരിക്കും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ക്ലാസ്സിൽ ABCD ഗ്രേഡ് ഉണ്ടെങ്കിൽ ബി ഗ്രേഡിലുള്ള കുട്ടികളും C ഗ്രേഡിലുള്ള കുട്ടികൾക്കും രണ്ട് രീതിയിലാണ് പറഞ്ഞു തരാം.
ഒരു ഗൃഹസ്ഥന് എന്ത് തന്നെയായാലും ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യാൻ പറ്റില്ല. ഒരു സന്യാസിക്ക് പറ്റും അല്ലെ? അപ്പൊ സന്യാസിക്കുള്ള രീതിയും ഗൃഹസ്ഥനുള്ള രീതിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്താണ്, രണ്ടുപേരും ലക്ഷ്യം ഒന്നാണ്. പക്ഷെ എന്താണ്, അവരുടെ വർണ്ണങ്ങളും അവരുടെ ആശ്രമങ്ങൾക്ക് അനുസരിച്ച് അത് വൈദിക രീതികൾ മാറ്റം വരുന്നു മാത്രം. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ചെയ്താലും കിട്ടും, അത് ചെയ്താലും കിട്ടും. പക്ഷെ നമ്മൾ എന്താണ്, ഈ വർണ്ണത്തിലോ ആയില്ലെങ്കിൽ ഈ ആശ്രമത്തിലായതുകൊണ്ട് ആ രീതി നമ്മൾ അവലംബിക്കണം എന്നാ പറയുന്നത്. പക്ഷെ ആ രീതി ഏതെങ്കിലും നിയമങ്ങൾ നമ്മൾ പാലിച്ചിരിക്കും. അത് എന്തിനു വേണ്ടി? ഭക്തിക്ക് വേണ്ടി. ശ്രീമദ് ഭാഗവതത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിമി മഹാരാജാവിന് ഉപദേശിക്കുന്നതിനെത്തിയ നവയോഗീന്ദ്രന്മാർ ഒരാളായ ചമസമുനി നിമിയോട് ഇപ്രകാരം പറഞ്ഞു. അത് ഭാഗവതത്തിന്റെ കാര്യമാണ് ഇതിൽ പറയുന്നത്. ബ്രാഹ്മണർ, വൈശ്യർ, ക്ഷത്രിയ, ശൂദ്രർ എന്നിങ്ങനെ 4 വർണ്ണങ്ങൾ വിരാട് രൂപത്തിന്റെ വിഭിന്ന ഭാഗത്തു നിന്നാണ് രൂപം കൊണ്ടതെന്ന്. അപ്പൊ അതിന്റെ ഒരു രീതി പറയുന്നതാണ്. എല്ലാതും ഒന്ന് തന്നെയാണ്, എല്ലാതും ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ്. പല കർമ്മങ്ങൾ അതിന്റെ രീതിയിൽ അത് വർണ്ണിക്കുകയാണ്. അപ്പൊ വൈശ്യർ എന്ന് പറയുമ്പോൾ അപ്പൊ ഭഗവാന്റെ വിരാട് രൂപത്തിൽ നിന്നാണ് വിഭിന്ന ഭാഗങ്ങൾ രൂപം കൊണ്ടത്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞത് ഭഗവാന്റെ മുഖത്ത് നിന്ന്, പിന്നെ ക്ഷത്രിയർ എന്ന് പറഞ്ഞത് ബാഹുകളിൽ നിന്ന്, വൈശ്യർ എന്ന് പറഞ്ഞ അരക്കെട്ടിൽ നിന്ന്, ശൂദ്രർ എന്ന് പറഞ്ഞത് പാദത്തിൽ നിന്ന്. അതേപോലെ തന്നെ ആശ്രമങ്ങളിൽ സന്യാസി വിരാട് രൂപത്തിന്റെ ശിരസിൽ നിന്നാണ് ജനിച്ചത്. വാനപ്രസ്ഥക്കാർ, പിന്നെ അത് രണ്ടും പറഞ്ഞു തരണം. വാനപ്രസ്ഥക്കാർ ബാഹുക്കളിൽ നിന്നും, ഗൃഹസ്ഥക്കാർ അരക്കെട്ടുകളിൽ നിന്നും, ബ്രഹ്മചാരി പാദത്തിൽ നിന്നും ജനിച്ചു. സമൂഹത്തിന്റെ 4 വിഭാഗങ്ങളുടെയും ആത്മീയ പുരോഗതി വിവിധ തലങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗുണങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ്. ഈ വർണ്ണ വ്യത്യാസം ആശ്രമവേദങ്ങളും ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ചതുർവർണ്ണങ്ങളും ചതുരാശ്രമങ്ങളും ഭഗവാന്റെ തന്നെ പാർട്ടാണ്. ഓരോന്നും ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന മാത്രം. കൈ വേണം അല്ലെ? കൈക്ക് കൈന്റെ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യം. കൈക്ക് 4 ഇപ്പൊ കൈയിനുള്ളിൽ വിരലുകൾ ഉണ്ട് അല്ലെ? അപ്പൊ ആ വിരലുകൾ എന്ന് പറഞ്ഞ പോലെ അവരെ രീതി വ്യത്യസ്തമാണെന്ന് ഉള്ളൂ. പക്ഷെ എന്താണ്, അൾട്ടിമേറ്റിന് ലക്ഷ്യം എന്താണ്? ആ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് കൈയിന്റെ ഡ്യൂട്ടി അല്ലെ? കാലിന്റെ ഡ്യൂട്ടി എന്താണ്? ശരീരത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കാല് ചെയ്യുന്ന ഡ്യൂട്ടി വേറെ ആയിരിക്കും, കൈ ചെയ്യുന്ന ഡ്യൂട്ടി ആയിരിക്കില്ല കാല് ചെയ്യണത്. പക്ഷെ ഇത് മുഴുവൻ ശരീരത്തിന്റെ പാർട്ടാണ്. അതാണ് ചതുരാശ്രമങ്ങളും ചതുർവർണ്ണങ്ങളും എന്ന് പറഞ്ഞത്. ഓരോരുത്തർക്കും പറ്റിയ രീതിയിലുള്ള വൈദിക കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് മുഴുവൻ എന്താണ്? ഭഗവാന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. കാരണം അത് ഭഗവാന്റെ പാർട്ടാണെന്ന് പറഞ്ഞത്. അപ്പൊ കാലിന് ഭംഗിയില്ല എന്നാൽ കാലില്ലാണ്ട് ആൾക്ക് നടക്കാൻ പറ്റില്ല, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതാണ് എല്ലാതും ഒരു ഒന്നിച്ചുള്ള ഒരു ബ്ലോക്കാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ പല സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്നു മാത്രം. അപ്പൊ അതിനനുസരിച്ച് ഓരോരുത്തരുടെ രീതി അനുസരിച്ചും ഓരോരുത്തരുടെ കർമ്മങ്ങളും ഗുണത്തിനനുസരിച്ച് ഓരോ വൈദിക രീതികളും പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. അതാണ് പറഞ്ഞത്. അപ്പൊ ഈ അപ്പൊ അത് പറയുന്നുണ്ട്. എന്താണ്, വർണ്ണ വ്യത്യാസങ്ങളും ആശ്രമഭേദങ്ങളും ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണെന്ന് ഭഗവതിയിൽ പറഞ്ഞത്. അത് നമുക്കറിയാം. ചാതുർവർണ്ണ മയാശിഷ്ടം ഗുണകർമ്മ വിവാഹം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഭഗവാൻ തന്നെയാണ് ഇത് സൃഷ്ടിച്ചത്. കാരണം എന്താണ്, അതിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ വേദങ്ങൾ ഇന്ന പേർക്ക് ഇന്നത് മനസ്സിലാവും. പറഞ്ഞില്ലേ, ഒരു കോളേജിലായാലും സ്കൂളിൽ ABCD ഗ്രേഡിന്ന് തിരിച്ച് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ പോലെ. അപ്പൊ ഇതൊക്കെ പറഞ്ഞത് അനുഷ്ഠാനം എന്നുള്ള പോയിന്റിൽ നിന്നാണ് അതൊക്കെ തുടങ്ങുന്നത്. അനുഷ്ഠാനം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം, പക്ഷെ ലക്ഷ്യം ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷെ എല്ലാവരും അനുഷ്ഠാനം ചെയ്തിരിക്കണം. അവർക്കൊക്കെ അടിസ്ഥാന വ്യക്തികളുടെ ഗുണവുമാണ്. ഭഗവത് ഉറപ്പിച്ച് പറയുന്നു, അദ്ദേഹമാണ് പരമാസ്വാദകൻ. അതുകൊണ്ട് ബ്രാഹ്മണനായാലും ശൂദ്രനായാലും സ്വന്തം പ്രവർത്തിയുള്ള പരമപുരുഷനായ ഭഗവാനെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ ബ്രാഹ്മണനായാലും ശൂദ്രനായാലും സ്വന്തം പ്രവർത്തികളിലൂടെ പരമപുരുഷനെ, അത് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്, ഓരോ രീതി ഉണ്ട്. ഏത് രീതിയാണെങ്കിലും ലക്ഷ്യം ഭഗവാൻ തന്നെയാണ്. ശൂദ്രനായാലും ഭഗവാനെ സന്തോഷിപ്പിക്കണം, ബ്രാഹ്മണനാണെങ്കിലും എന്താണ് ഭഗവാനെ സന്തോഷിപ്പിക്കണം. എല്ലാവരും സ്വധർമ്മം പ്രവർത്തിക്കണം. എന്നാൽ അതിന്റെ പൂർണ്ണത പ്രതീക്ഷിക്കപ്പെടുമെന്ന് ഭഗവാൻ എത്രമാത്രം തൃപ്തിരമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമുക്ക് സ്വധർമ്മം, നമ്മുടെ ധർമ്മങ്ങൾ ഉണ്ട് അല്ലെ? ആ ധർമ്മങ്ങള് നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞത്. ഓരോരുത്തരും അവരുടെ നിലയിലേക്ക് അനുസരിച്ച് ഈ പ്രവർത്തികൾ കൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തണം. എങ്കിൽ അവയ്ക്ക് സ്വന്തം നിലയിൽ അധപ്പതിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം നിലയിൽ നിന്ന് അധപ്പതിക്കേണ്ടി വരും. ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം.
അപ്പൊ നമ്മളെല്ലാവർക്കും നമുക്ക് അതിന്റെ കഴിവും കാര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഏത് വർണ്ണത്തിലും ഏത് ആശ്രമത്തിലുള്ള വ്യക്തികളുടെ ഡ്യൂട്ടിയാണ്. അല്ലാന്ന് വെച്ചാൽ നമ്മൾ താഴത്തേക്ക് പോകും. അതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മ അത് അധപ്പതിക്കേണ്ടി വരും. ഉദാഹരണത്തിന് വിരാട് രൂപത്തിൽ ശിരസിൽ നിന്ന് ജനിച്ച ബ്രാഹ്മണൻ സർവ്വച്ഛായായ വൈദിക ശബ്ദം അഥവാ ശബ്ദബ്രഹ്മം ഉപദേശിക്കേണ്ടവനാണ്. അതാണ് അയാളുടെ ധർമ്മം. അപ്പൊ ഒരു ബ്രാഹ്മണന്റെ ധർമ്മം എന്താണെന്ന് പറയുന്നത്, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അല്ലെ ആത്മീയ ജ്ഞാനം പകർന്നു കൊടുക്കേണ്ട വ്യക്തിയാണ്. അതാണ് പറഞ്ഞത്, ശബ്ദബ്രഹ്മം ഉപദേശിക്കേണ്ടവനാണ്. അത് അയാളുടെ ധർമ്മമാണ്. അത് അയാൾ ചെയ്തിരിക്കണം. ഭഗവാന് വേണ്ടി ഭക്ഷണം കഴിക്കേണ്ടതും ബ്രാഹ്മണൻ തന്നെ. ബ്രാഹ്മണനിലൂടെയാണ് ഭഗവാൻ ഭക്ഷിക്കുന്നത് എന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. ബ്രാഹ്മണൻ ഭഗവാന് വേണ്ടി വെറുതെ ഭക്ഷിച്ചാൽ മാത്രം പോരാ, ഭഗവാന് വേണ്ടി ജനസമൂഹത്തിന് ഭഗവത്ഗീത ജ്ഞാനം വിജ്ഞാനം പകരുകയും വേണം. അപ്പൊ ഞാൻ ബ്രാഹ്മണൻ എന്നാണല്ലോ, ഞാൻ ഇരുന്ന് ഭക്ഷിക്കാം എന്നല്ല ചിന്തിക്കുക. കാരണം ആ വ്യക്തിയുടെ ഡ്യൂട്ടി, ആ ബ്രാഹ്മണന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും ആ ആത്മീയ ജ്ഞാനം മറ്റുള്ളവരിൽ എത്തിക്കുക. അതാണ് അവന്റെ ധർമ്മം, അതാണ് അവൻ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഭഗവാനെ സംതൃപ്തിയാക്കേണ്ടത്. അപ്പൊ അങ്ങനെ സംതൃപ്തിയാക്കുന്ന വ്യക്തിക്ക് ആരാ ഭക്ഷണം കൊടുക്കുക, നമ്മൾ ജനറൽ ആയിട്ട് പറയാണ് അല്ലെ, അവൾക്ക്. അതാണ് ഒരു ഗൃഹസ്ഥന്റെ ഡ്യൂട്ടി. എന്താണ് ബ്രാഹ്മണനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്. കാരണം ബ്രാഹ്മണന് വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ആ വ്യക്തിയുടെ ധർമ്മം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ആത്മീയ ജ്ഞാനം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഗൃഹസ്ഥൻ എന്താണ്, ഗൃഹസ്ഥന് ബ്രാഹ്മണനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഗൃഹസ്ഥന്റെ ഡ്യൂട്ടിയായി മാറി. അപ്പൊ അതാരാണ് സന്തോഷിപ്പിക്കുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് ഭഗവാനെയാണ് സന്തോഷിപ്പിക്കുന്നത്. അതാണ് കണക്ഷൻ വരുന്നത്. അതാണ് നമ്മുടെ ധർമ്മം, നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മായയുടെ അതിക്രമത്തിൽ ജനിച്ച ജനങ്ങളെ രക്ഷിക്കണമെന്നത് ക്ഷത്രിയന്റെ കടമയാണ്. ഇതാണ് ക്ഷത്രിയ ധർമ്മം. അതുപോലെ തന്നെ ക്ഷത്രിയ ധർമ്മത്തിനെ പറ്റി പറയണം അല്ലെ, രക്ഷിക്കുക അല്ലെ. അപ്പൊ രക്ഷിക്കേണ്ടതാണ് ക്ഷത്രിയനാണ്. ഉദാഹരണത്തിന് ഒരു കറുത്ത രൂപം കലി പശുവിനെ ഹിംസിക്കാൻ ഒരുമ്പിടുത്ത് കണ്ട നിമിഷത്തിൽ അവനെ കൊല്ലാൻ പരീക്ഷിത്ത് മഹാരാജ വാളൂരി സംരക്ഷണം നൽകാൻ ഹിംസ ആവശ്യമായി വരും. അപ്പൊ ഹിംസ എന്ന് പറയുമ്പോ ക്ഷത്രിയനെ സംബന്ധിച്ച് ശരിയാണ്, പക്ഷെ ബ്രാഹ്മണനെ സംബന്ധിച്ച് തെറ്റാണ്. നമുക്ക് ആ കഥ അറിയാം അല്ലെ, കർണന്റെ കഥ അറിയാം. ഒരു ക്ഷത്രിയനും അതുപോലെ തന്നെ ഒരു ബ്രാഹ്മണൻ എങ്ങനെയാണ് തിരിച്ചറിയണമെന്ന് നമുക്ക് ആ അറിയാം, പരശുരാമന്റെ കഥ അല്ലെ. അപ്പൊ അതാണ്. അപ്പൊ ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് തെറ്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഹിംസിക്കുക എന്നുള്ളത് ക്ഷത്രിയന്റെ ഡ്യൂട്ടിയാണ്. അത് ശരിക്കും പറയുന്നത്, അത് ചെയ്തിരിക്കണം. അപ്പൊ അവനെ കൊല്ലാൻ പരീക്ഷിത്ത് മഹാരാജ് വാളൂരി സംരക്ഷണം നൽകാൻ ഹിംസ ആവശ്യമായി വരും. കുരുക്ഷേത്ര യുദ്ധത്തിൽ യുദ്ധഭൂമിയിൽ നടത്താനാണ് യുദ്ധഭൂമിയിൽ നടത്താനാണ് ഭഗവാൻ അർജുനന് നേരിട്ട് കൊടുക്കുന്ന നിർദ്ദേശം. ജനസാമാന്യത്തിന് മൊത്തത്തിൽ സംരക്ഷണം നൽകാൻ ഹിംസ ആവശ്യമായി വരുന്നു. അപ്പൊ ക്ഷത്രിയന്റെ ആയിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്, അവൻ അത് ചെയ്തിരിക്കണം. അതിൽ നിന്ന് പിന്നിലേക്ക് പോകരുത്. അതാണ് അവന്റെ ധർമ്മം. അതിലൂടെയാണ് ഭഗവാനെ തൃപ്തിപ്പെടുത്തതാണ്. ഇതാണ് ശരിക്കും കർമ്മയോഗം എന്ന് പറയുന്നത് തന്നെ. കാർഷിക വസ്തുക്കൾ ഉൽപാദനം, വിപണനം, വിതരണം എന്നിവയാണ് വൈശ്യരുടെ ധർമ്മം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ എന്നീ 3 വർണ്ണങ്ങൾ ഉള്ളിടത്തോളം ബുദ്ധിശക്തി ഇല്ലാത്ത തൊഴിലാളി വിഭാഗമാണ് ശൂദ്രർ. അതുകൊണ്ട് അധ്വാനം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കലാണ് അവരുടെ ധർമ്മം. അപ്പൊ നമ്മുടെ വൈശ്യന്റെ ധർമ്മം, ഇത് നമുക്ക് ഇതിലൊക്കെ പഠിച്ചു പോയിട്ടുള്ള പോയിന്റ്സുകളാണ്. അപ്പൊ എന്താണ് അത് വൈശ്യർ എന്ന് പറയുമ്പോൾ എന്താണ്, ഉൽപാദനം, വിപണനം, വിതരണം, ഇതൊക്കെയാണ് വൈശ്യർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശൂദ്രർ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും സഹായിക്കുക. അതാണ് ശൂദ്രരുടെ ധർമ്മം എന്ന് പറയുന്നത്. ഈ 4 വർണ്ണങ്ങളും തമ്മിൽ പൂർണ്ണമായ ഒരു സഹകരണവും അതിന്റെ ഫലമായി സമൂഹത്തിൽ മൊത്തമായ ആത്മീയ പുരോഗതിയും ഉണ്ടായി. സഹകരണമില്ലാതെ ആകുമ്പോൾ സമൂഹം അധപ്പതിക്കുകയും ഇപ്പോൾ കലിയുഗത്തിന്റെ അവസ്ഥ ഇതാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വർണ്ണാശ്രമം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ ഒരു പാർട്ടായിട്ട് തിരിക്കണമെങ്കിൽ മുഖവും അല്ലെങ്കിൽ കയ്യും അതേപോലെ തന്നെ അരക്കെട്ടും അതുപോലെ തന്നെ കാല് എന്നുള്ള അവസ്ഥയാണ് അല്ലെ. ഇത് 4ഉം കൂടെ ചേരുമ്പോഴോ അത് പരിപൂർണയാവുള്ളൂ. അതാണ് പറഞ്ഞത്, ഈ പരിപൂർണ സഹകരണം ഉണ്ടാകുമ്പോഴാണ് ആത്മീയ പുരോഗതിക്കും. അത് ഭൗതിക പുരോഗതി മാത്രമല്ല, ആത്മീയ പുരോഗതിയാണ് ലക്ഷ്യം. അതിന് ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സഹകരണത്തോടു കൂടി പോയി കഴിഞ്ഞാല് സമൂഹത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ സമൂഹം അധപ്പതിച്ചിരിക്കും. ഇതാണ് ഇപ്പോഴേ കലിയുഗത്തിന്റെ അവസ്ഥ. കാരണം ബുദ്ധി ഉള്ളവനായിരിക്കും ചിലപ്പോൾ അധ്വാനിക്കേണ്ട അവസ്ഥയുള്ളത്. നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ തന്നെ നമ്മളൊരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ
നമ്മൾ 5 പേര് അല്ലെങ്കിൽ ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ഇവരെ ഈ 10 പേരിൽ നമുക്ക് ഇവരെ കാണാൻ കഴിയും അല്ലെ. ചിലർക്ക് ബുദ്ധി ഉള്ളവരുണ്ടാവും, ചിലർക്ക് ഭയങ്കര മാനേജ്മെന്റ് സ്കില്ലുള്ളവരുണ്ടാവും, ചിലർ വളരെ എല്ലാവരും സഹായിക്കുന്നവരുണ്ടാവും, ചിലർക്ക് അത് പ്ലാനിങ് ചെയ്യാൻ കഴിയുന്നവരുണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് അതാണ് കമ്പനി. നമുക്കറിയാം മാനേജ്മെന്റ് കമ്പനിക്കാർ ശരിക്കും ഓരോരുത്തരെ കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണതിന്റെ കാര്യം അതാണ്. അപ്പോഴേ അവർക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇതാണ് ജനറൽ ആയിട്ട് പറയുന്നത് നമ്മള്. അപ്പൊ നമ്മൾ വൈദിക രീതിയിൽ പറയുമ്പോ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മം അറിഞ്ഞ വ്യക്തിയാണ് അല്ലെ. അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ച് കൊടുക്കേണ്ടത് ബ്രാഹ്മണന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ബ്രാഹ്മണന്റെ കാര്യങ്ങൾ പിന്നെ ആരാ ചെയ്യുക? അത് ഗൃഹസ്ഥന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ടായ, ഒരു സഹകരണം ഉണ്ടായാൽ മാത്രമേ ആത്മീയ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഈ സഹകരണം ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് കലിയുഗത്തിൽ താഴ്ത്തിക്ക് വരും എന്നാ പറയുന്നത്. ഇപ്പോഴും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ ഇപ്പോഴും ആചാര്യന്മാരെ കാണുമ്പോഴും അവർക്ക് സന്യാസിമാർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മുടെ നാട്ടിൽ കുറച്ച് വ്യത്യാസമാണ്. കാരണം അത് അവര് ആ ഒരു അത്രയും ഇത് അവര് കൾച്ചർ ടു കൾച്ചർ ആ കസ്റ്റം ഇപ്പോഴും അത് പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. അത് ചാതുർവർണ്ണങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യ സമൂഹത്തിൽ ഒട്ടാകെ ഉചിതമായ രീതിയിൽ നിലനിർത്താനാണ് കൃഷ്ണബോധ പ്രസ്ഥാനം ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പൊ കൃഷ്ണബോധം എന്ന് പറഞ്ഞത് എന്താണ്? എല്ലാതും ഒരേ രീതിയിൽ നിലനിർത്താം ഈ സമൂഹത്തെ. പ്രസ്ഥാനം എല്ലാവർക്കും സന്തോഷവും സൗഖ്യവും അരുളുന്നു. കൃഷ്ണ പുരോഗമനം ആനന്ദകരമാണ്. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുക, അതേപോലെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുക, അതേപോലെ തന്നെ എല്ലാവർക്കും കൃഷ്ണബോധത്തിലൂടെ ആനന്ദം വളർത്താം. അതാണ് കൃഷ്ണബോധത്തിന്റെ ലക്ഷ്യമെന്ന്. കാരണം നമുക്കറിയാം പ്രഭാസ്വാമി ക്ലിയർ കട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ലക്ഷ്യം എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്തർക്ക് കൂട്ടായ്മ വേണം, അതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തണം അല്ലെ. അപ്പൊ അതിന് പറഞ്ഞ എല്ലാവർക്കും സന്തോഷം സൗഖ്യം അരുളുന്നു, കൃഷ്ണ പുരോഗമനം. എന്താണ് അങ്ങനെ പുരോഗമിക്കുമ്പോൾ എന്താണ് കൃഷ്ണാവബോധം പുരോഗമിക്കുമ്പോൾ എല്ലാവർക്കും ആനന്ദകരമാണ് എന്ന് പറയുന്നത്. മനുഷ്യവർഗത്തിന്റെ സാമൂഹികവും ആത്മീയവുമായ അനുശാസനങ്ങൾ പിന്തുടരുന്നതിലൂടെ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് സാമൂഹികവും ആത്മീയമായ അനുശാസനങ്ങളുണ്ട്. അതാണ് നമ്മൾ വേദങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭഗവാനിൽ നിന്നാണ്. ഈ വേദങ്ങളിൽ എന്താണ് ആത്മീയത മാത്രമല്ല ഭൗതികത കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് വെച്ചാൽ പുരുഷാർത്ഥങ്ങൾ പറയുന്നത് അല്ലെ, അർത്ഥധർമ്മ കാമ മോക്ഷ, ഇത് അതിലുള്ളതാണ്. അതാണ് സാമൂഹികവും ആത്മീയമായ അനുശാസനങ്ങൾ പിന്തുടരുന്നതിലൂടെ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അപ്പൊ എന്താണ് അതില് ഭൗതികതയുണ്ട്, ആത്മീയതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് അതാണ് പറയുന്നത്. മനുഷ്യവർഗത്തിന്റെ സാമൂഹികവും ആത്മീയമായ അനുശാസനങ്ങളിൽ പിന്തുടരും. അപ്പൊ സാമൂഹികമുണ്ട് ആത്മീയമുണ്ട്, രണ്ടു കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയും. ഈ സംതൃപ്തനത്തിലൂടെ സമൂഹം ഒട്ടാകെ ജീവിതാവശ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കുകയും ചെയ്യും. അപ്പൊ ജീവിതാവശ്യങ്ങൾ അതിൽ ഭൗതികതയും ഉണ്ട്. കാരണം പരമപുരുഷൻ ഭഗവാനാണ് ജീവാത്മാവ് മുഴുവൻ നിലനിൽപ്പിനും ആധാരം എന്ന് തന്നെ. അപ്പൊ എന്താണ് നമുക്ക് ഭഗവാനാണ് എല്ലാത്തിനും അപ്പൊ ആത്മീയത വന്നു. അപ്പൊ അതിൽ എന്താ കാര്യങ്ങൾ അത് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്ത് മുന്നേറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ജനറൽ ആയിട്ട് നമ്മൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അപ്പൊ പിന്നെ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ഹരേ കൃഷ്ണ മന്ത്രം നമ്മൾ ജപിക്കുക എന്ന് പറഞ്ഞത് അത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഇപ്പൊ നമുക്ക് ഒന്നും അറിയില്ല. അപ്പൊ അതിന് നമ്മൾ പതുക്കെ റിക്കവറി എന്ന് പറയില്ല, നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞു. നമ്മൾ ഐസിയുലാണ് അഡ്മിഷൻ. അതിലത്തെ ഐസിയുയിൽ അഡ്മിറ്റ് ചെയ്ത ആളോട് നമ്മൾ പറയണം എന്നും ചെന്നിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം, ഇന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഐസിയുയിൽ അഡ്മിറ്റ് ഉള്ള വ്യക്തിക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നതാണ് എന്താണ് ഐവിയ അത് നമ്മൾ കൊടുക്കും അല്ലെ, ജസ്റ്റ് എന്നത് പറഞ്ഞ പോലെയാണ് ഹരേ കൃഷ്ണ മന്ത്രം. അത്രയെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. ആ സ്റ്റേജ് ആണ് നമ്മൾ. അതിന് പ്രഭുപാദസ്വാമി അതിന് ചൈതന്യ മഹാപ്രഭു പറയുന്നത് പതിതമായ ആത്മാക്കളാണ്, അവർക്ക് മിനിമം ഇത് നമ്മൾ കൊടുത്തിരിക്കണം. അതാണ് നമ്മൾ ഇത് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത് തന്നെ. അപ്പൊ നിലനിൽപ്പിനും ആധാരം എന്ന് തന്നെ. സമൂഹം മുഴുവൻ അതിന്റെ ധർമ്മങ്ങൾ പുലർത്തുകയും കൃഷ്ണപദത്തിൽ ജീവിതം തുടരുകയും ചെയ്താൽ അതിൽ അംഗങ്ങൾക്കെല്ലാം സമാധാനവും സന്തോഷം കൈവരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നിനും ഒരു കുറവുമില്ലാതെ അവസ്ഥയിൽ ഈ ലോകം മുഴുവനും വൈകുണ്ഠമായി തീരും. അപ്പൊ സമൂഹം ഒരു ധർമ്മം, അത് നമ്മളിപ്പോ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ജനറൽ ആയിട്ട് ചിന്തിച്ചാൽ അറിയാം അല്ലെ.
ഇപ്പൊ ഒരു കർഷകൻ അവന്റെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ വേറെ ഒരാൾ ആവശ്യമില്ല അവിടെ. അപ്പൊ പിന്നെ ചെക്കറും പിന്നെ അതിന്റെ എന്താണ് കെമിക്കൽ അടിക്കുന്നുണ്ടോ ഒന്നൊന്നുമില്ല. അവന്റെ ധർമ്മം കറക്റ്റ് ആയിട്ട് ചെയ്ത് എല്ലാവരും അവരവരുടെ ധർമ്മം കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് എല്ലാവർക്കും സന്തോഷം വരും. അതാണ് ലക്ഷ്യം. എല്ലാവരും അവരുടെ ധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സമാധാനം സന്തോഷം കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നിനും ഒരു കുറവും ഇല്ലാത്ത അവസ്ഥയിൽ ഈ ലോകം മുഴുവനും വൈകുണ്ഠം, ദുഃഖമില്ലാത്ത ഒരവസ്ഥ. നമ്മളെ ധർമ്മം നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണേ എന്ന് നമുക്ക് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്വധർമ്മം നമ്മൾ അപ്പൊ സ്വധർമ്മം എന്ന് പറയുമ്പോ അതിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് നമ്മുടെ ആത്മാവിന് വേണ്ടി ചെയ്യുന്ന കാര്യം അല്ലെ, പിന്നെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം. ഈ രണ്ട് കാര്യവും നമ്മൾ ചെയ്യണം. ഈ രണ്ട് കാര്യം ചെയ്യുമ്പോഴാണ് ഈ സമൂഹം മുഴുവനും വൈകുണ്ഠമായി തീരുന്നത്. ശ്രീമദ് ഭാഗവതിൽ ഇതിന് സമാനമായ ഒരു പ്രസ്താവമുണ്ട്. ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറയുന്ന സന്ദർഭം ഭഗവാൻ പറയുന്നു, പ്രിയപ്പെട്ട ഉദ്ധവ, എല്ലാ മനുഷ്യരും കർമ്മനിരതരാണ്. വേദോക്തമായതോ ലൗകികമായതോ ആകട്ടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാതിരിക്കാൻ വയ്യ. ഇവയിൽ ഏതിലൂടെയാണെങ്കിലും കൃഷ്ണനെ ആരാധിക്കുമെങ്കിൽ അവർ ഈ ലോകത്തും പരലോകത്തും സുഖം അനുഭവിക്കും. ഇക്കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ അതാണ് ആരോടാണ് പറയുന്നത്? ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ഒന്ന് പറയുന്നത്? ഇതിന് എല്ലാവരും ബിസിയാണ് അല്ലെ, കർമ്മനിരതരാണ്. പിന്നെ എന്താണ് വേദോക്തമായതോ ലൗകികമായതോ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാതിരിക്കാൻ വയ്യ. ഇതിലേതെങ്കിലും കൂടെയും. അപ്പൊ നമ്മൾ ഭൗതികതയിൽ കൂടിയും എന്ന് പറയുമ്പോൾ ഇതിന് കർമ്മയോഗം, അതിൽ കൂടിയും അല്ലെങ്കിൽ നെക്സ്റ്റ് ഭക്തിയോഗത്തിൽ കൂടിയും ആണെന്ന് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഈ ലോകത്തിലും പരലോകത്തിലും സുഖം അനുഭവിക്കും. ഇക്കാര്യത്തിൽ അപ്പൊ നമ്മുടെ ധർമ്മം കറക്റ്റായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയോഗമായി അല്ലെ. പിന്നെ നെക്സ്റ്റ് ഭക്തിയോഗം ചെയ്ത് കഴിഞ്ഞാൽ ആത്മീയതയിലേക്ക് കടന്നു അല്ലെ. അപ്പൊ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞ് പോവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്തിൽ പരമമായിട്ടുള്ള ആനന്ദം ലഭിച്ചിരിക്കുമെന്ന് ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നതാണ്. അപ്പൊ അവരവരുടെ ധർമ്മങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. ഇപ്രകാരം ബ്രാഹ്മണൻ ശാസ്ത്രീയമായ വൈശ്യശൂദ്ര വേദമോ ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി എന്നീ വ്യത്യാസം വകവയ്ക്കാത്ത കൃഷ്ണബോധ പ്രസ്ഥാനം എത്രയോ സുന്ദരമാണ്. അപ്പൊ വൈശ്യശൂദ്ര ഭേദമോ ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി എന്നീ വ്യത്യാസം വകവയ്ക്കാത്ത കൃഷ്ണബോധ പ്രസ്ഥാനം എത്രയോ സുന്ദരമാണ്. അപ്പൊ ഇതിൽ പേര് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് ചെയ്തു പോവാ, അതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്തു പോകുമ്പോൾ പിന്നെന്താണ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ വൈശ്യരാണ് അത് നമ്മളുടെ ഉള്ളിൽ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാറി. നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക, കർമ്മയോഗം കറക്റ്റാണ്. അല്ലാതെ നമ്മ ബ്രാഹ്മണനാണ് വൈശ്യൻ അതാണ് തെറ്റെന്ന് പറഞ്ഞത്. അതാണ് പറഞ്ഞത് എന്നീ വ്യത്യാസവും വകവയ്ക്കാതെ കൃഷ്ണബോധം എത്രയോ സുന്ദരമാണ്. അപ്പൊ അതിലേക്ക് തിരിയരുത് നമ്മള്. ഞാൻ ഇതാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യം മാറി. എല്ലാവരോടും അവരവരുടെ തൊഴിൽ ഏർപ്പെട്ട് ജീവിക്കട്ടെ, ഒപ്പം കൃഷ്ണബോധത്തോടെ പ്രവർത്തിക്കുന്ന ബലവാൻ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് കൃഷ്ണനെ ആരാധിക്കുകയും ചെയ്യട്ടെ. എല്ലാ സ്ഥിതിഗതികളെയും അത് ക്രമീകരിച്ചുകൊള്ളും. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ സ്വധർമ്മം ഉണ്ട്, അതിൽ തന്നെ രണ്ടായിട്ട് തിരിക്കാം. സാമൂഹികമായിട്ടുള്ളത്, നമ്മൾ ക്ഷത്രിയനാണെങ്കിൽ നമ്മൾ വൈശ്യരാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെങ്കിലും അത് നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മളെ ധർമ്മത്തിനനുസരിച്ച് ചെയ്യാം. അതിന് ധർമ്മം അതിൽ പറയുന്നുണ്ട്. ധർമ്മത്തിൽ കൂടെ അർത്ഥം ഉണ്ടാക്കാനാണ് പറയുന്നത്, അല്ലാണ്ട് വെറുതെ പൈസ ഉണ്ടാക്കാനല്ല പറയുന്നത്. അതിൽ കൂടെ കാമം ചെയ്യാന്നാ പറയുന്നത്. അതാണ് അതിൽ കൂടി പിന്നെ പറയുന്ന അർത്ഥധർമ്മ കാമം മോശ പറയുമ്പോഴാണ് ഈ പോയിന്റ് വരുന്നത്. കൃഷ്ണനെ ആരാധിക്കുകയും ചെയ്യട്ടെ, എല്ലാ സംഗതികളും അത് ക്രമവൽക്കരിച്ചു കൊള്ളും. അപ്പൊ രണ്ടും നമ്മൾ നടത്തി കൊണ്ടുപോകണം. എല്ലാവരും അവരുടെ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇതന്നെ അതിന് പറഞ്ഞിട്ടുള്ളത്. നാരദ പഞ്ചരാത്രത്തിൽ ഭക്തിയുത സേവനത്തിന് നിയമക തത്വങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. നാരദ പഞ്ചരാത്രത്തിൽ പറയുന്ന കാര്യമാണ്, വേദഗ്രന്ഥങ്ങളിൽ പറയുന്നതും ഭഗവാന്റെ സംതൃപ്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ടതുമായ ഏത് കർമ്മം ഭക്തിയുത സേവനത്തിന് നിയമക തത്വമായി വിശുദ്ധാചാര്യന്മാർ അംഗീകരിക്കുന്നു. അപ്പൊ ഭഗവാന് തൃപ്തിപ്പെടുത്തുന്ന ഏതൊരു കാര്യവും ഭക്തിയുത സേവനത്തിന് നിയമക തത്വം. അപ്പൊ ലക്ഷ്യം നമ്മളത് പലപ്പോഴും പറഞ്ഞു, ലക്ഷ്യം എന്ന് പറഞ്ഞത് ഏത് പ്രവൃത്തി ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ, ലക്ഷ്യം എന്ന് പറഞ്ഞ് ഭഗവാനെ സന്തോഷിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിന് പറഞ്ഞത് അതിന് പറഞ്ഞ ഭക്തിയുത സേവനത്തിന് നിയമക തത്വമായ വിശുദ്ധാചാര്യന്മാർ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം ലക്ഷ്യം ഭഗവാനായിരിക്കണം എന്ന് മാത്രം. ഹരേ കൃഷ്ണ.
ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, നിയമാത്മക തത്വം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഭു? നിയമാക തത്വം എന്ന നിയമം, നമ്മൾ ഇപ്പൊ ഭക്തിയുത സേവനത്തിൽ കുറച്ച് നിയമങ്ങൾ ഉണ്ടല്ല, ഇന്ന ഇന്ന രീതിയിൽ ആരാധിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ല. അപ്പൊ നമ്മളോട് പറഞ്ഞ നിയമം അത് നമ്മൾ നിയമമാണല്ല, അതാണ് പറഞ്ഞ നിയമാക തത്വങ്ങൾ. അതായത് ഭക്തിയുത സേവനം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന നിയമങ്ങൾ. അപ്പൊ അതെന്താണ്, അതെന്തിനാ നിയമം പറയുന്നത്? അൾട്ടിമേറ്റ് നമ്മളത് ചെയ്യാൻ വേണ്ടിയാണല്ല. അപ്പൊ അത് ചെയ്യണില്ല എന്ന് വയ്ക്കുക, പക്ഷെ വേറെ രീതി ചെയ്തെന്ന് വയ്ക്കുക, ആ വ്യക്തി ഭഗവാനാണ് ലക്ഷ്യം ആണെന്ന് മനസ്സിലാക്കുക. ആ വ്യക്തിക്ക് ചിലപ്പോൾ നിയമങ്ങളൊന്നും കറക്റ്റായിട്ട് നിയമങ്ങളൊന്നും പാലിക്കണില്ലെങ്കിലും ആ വ്യക്തി എന്താണ്, ഭഗവാന്റെ ആരാധന ചെയ്യുന്നുണ്ടെന്ന് വയ്ക്കുക, അതായാലും മതി. അതായത് ലക്ഷ്യം ഭഗവാനായാൽ മതി. നിയമങ്ങൾ എന്തിനു? ഭഗവാൻ ആരാധിക്കാൻ വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ക്ലിയർ ആയോ പ്രഭു മാതാജി? അതില് ഏറ്റവും അടിസ്ഥാനപരമായത് എന്താന്ന് പറയുന്നത് എന്തായിരിക്കും? അടിസ്ഥാനപരം എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താ പറയല്ലേ, ഇപ്പൊ ഫസ്റ്റ് നമ്മളിപ്പോ ബ്രാഹ്മണർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്. അപ്പൊ അതിൽ വൈശ്യർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്, ക്ഷത്രിയർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്, ശൂദ്രർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങള് ഓരോ വർണ്ണങ്ങൾക്കും ഓരോ ആശ്രമങ്ങൾക്കും അനുസരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതിന് വേദങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ രീതികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ അവയ്ക്ക് പോവാം. ഇത് എന്തിനാണ് പോണത്? ലാസ്റ്റ് ഭഗവാനിൽ എത്താൻ വേണ്ടിയാണ്. ഈ നിയമങ്ങളൊന്നും പാലിക്കാതെയും നമുക്ക് ഭഗവാനിൽ എത്താം. നിയമങ്ങൾ ഭഗവാനിൽ എത്താനുള്ളതാണ്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് ഡൽഹി പോകണം, എറണാകുളത്തുനിന്ന് ഡൽഹി പോകണം. നമ്മൾ സാധാരണ രീതിയിൽ എന്താ പറയാ, ട്രെയിൻ വഴി പോവാം, അല്ലെങ്കിൽ നടന്നു പോവാം, അല്ലെങ്കിൽ എന്താ പറയാ ഫ്ലൈറ്റിന് പോവാം. ലക്ഷ്യം എന്താണ്? ഇത് ഒരു വഴിക്കല്ലാതെ ചിലർ വേറെ എന്തെങ്കിലും രീതി തെരഞ്ഞെടുത്ത് നേരിക്കാം, കാറിന് പോയി നീക്കാം. അപ്പൊ എക്സാമ്പിൾ കാറ് പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാറിന് പോയിക്കൊടുക്കും, എന്റെ ലക്ഷ്യം അവിടെയാണ് ഭഗവാനിൽ എത്താം. അതെന്ന് പറഞ്ഞ് ഈ നിയമക തത്വങ്ങൾ, ഏത് കർമ്മവും ഭക്തിയുത സേവന നിയമക തത്വങ്ങളായ വിശുദ്ധാചാരം, ലക്ഷ്യം അവിടെ എത്തിയാൽ മതി, ഡൽഹിയിൽ എത്തിയാൽ മതി. നമ്മൾ കാറിൽ പോവാം. അതുപോലെ തന്നെ അപ്പൊ നിയമങ്ങൾ, കുറെ നിയമങ്ങൾ എഴുതി വെച്ചിട്ട് ഈ നിയമം കൂടെ തന്നെ പോണമെന്നില്ല, ഞാൻ കാറിൽ കൂടെ തന്നെ പോണമെന്നില്ല, ഞാൻ ബസ്സിൽ കൂടെ തന്നെ പോകണം, ഞാൻ വേണമെങ്കിൽ നടന്നു പോകുന്നു. മനസ്സിലായ? നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം, ലക്ഷ്യം ഭഗവാനായിരിക്കും മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താനാണ്. നമ്മൾ പറയില്ലേ, ഇപ്പൊ ABCD ഗ്രേഡ് തിരിച്ചിട്ടുണ്ട് സ്കൂളിൽ, അവര് ലക്ഷ്യം എന്താണ്? അപ്പൊ അവർക്ക് ഇപ്പൊ D ഗ്രേഡിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി ആയിരിക്കുമല്ലോ A ഗ്രേഡിലുള്ള കുട്ടികൾക്ക്. പക്ഷെ അല്ലാതെ ആ ടീച്ചറുടെ ലക്ഷ്യം എന്താണ്? എല്ലാവരെയും A+ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു, ഒരു സംശയം കൂടി ഉണ്ട്. അത് നമ്മുടെ ഭഗവത്ഗീത റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ അതിനകത്ത് പറയുന്നത്, ഇപ്പം ഭഗവാനാണ് എല്ലാ ഗ്രഹങ്ങളിലും ഉൾപ്പൂകി, പിന്നെ ഓരോ ജീവാത്മാക്കളും ഭഗവാൻ വരുമ്പോഴാണ് അതിന് ചൈതന്യം വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം